വേണ്ടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ ഉപാധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട ഉമർ കോയ തങ്ങൾ അവർകൾ. മാത്രമല്ല വലിയ പണ്ഡിതനും സൂഫി വര്യനും വിനയത്തിൻ്റെ നിറകുടവുമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ ഒരു പണ്ഡിതൻ വിളിച്ച് വന്നില്ലെങ്കിൽ അതങ്ങൾ പറഞ്ഞല്ലോ, അസംബന്ധങ്ങൾ പറഞ്ഞല്ലോ, അതവിലും ഗുരുത്വത്തിലും നീങ്ങുന്ന ആലിമ്യങ്ങളാവണമെന്ന്. അപ്പം ആ തങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ അത് നിരസിക്കൽ മോശം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുഖേന ആശംസ നേടാൻ ഒരുങ്ങിയത്. ഇർഫാനിയ കോളേജിൽ ഞാൻ ചെറുപത്തൂര് ജോലി ചെയ്യുമ്പോഴാണ് ആ പേരെണ്ണ കേട്ടത്. അത് കാണുന്നത് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഇത് എവിടെയാണ് ചപ്പാരപ്പുറം, എവിടെയാണ് ഇർഫാനിയ കോളേജ് എന്നൊക്കെ. അങ്ങനെ അടുത്ത കൊല്ലം ആ ഇർഫാനിയ കോളേജിൽ പഠിക്കുന്ന 4-5 മുതഅല്ലിമീങ്ങൾ സുബ്ഹിന്റെ ശേഷം വരുന്നു. ഞാൻ നിങ്ങളുടെ മക്കളെ, ഞാൻ ചപ്പാരപ്പടി പഠിക്കുന്നവരാണ്, അവിടെ വാർഷിക യോഗമുണ്ട്, തങ്ങൾ വരണം, തങ്ങളുടെ സമയം 100 ഭക്ഷണം കഴിച്ച ഉടനെ ഒരാഴ്ചക്കാരെ പുറകിലാണ് ഭക്ഷണം. അവിടെ നിന്ന് കഴിച്ച ഉടനെ ഇൻഷാ അല്ലാഹ് അമൃതക്കും ഉറ കാണണമല്ല, നിങ്ങൾ ഉസ്താദിനെ കാണാം, അതാണ് ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ഒരു ജമാഅത്ത് പള്ളി, നല്ല ഒരു കോളേജ്, നല്ലൊരു മുത്തഅല്ലിമീങ്ങൾ, വളരെ ശാന്തം, ഒരു കുഴപ്പമോ അലട്ടിലോ പള്ളി ദറസിൻ്റെയോ കോളേജിൻ്റെയോ ശിഷ്ടമല്ല, അശ്രദ്ധങ്ങൾ പറഞ്ഞ മാതിരി നല്ലൊരു അന്തരീക്ഷം. അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി റൂമിലുള്ള പോയപ്പോൾ മുത്തഅല്ലിം മുമ്പിൽ പോയി ഉസ്താദുമായി സംസാരിച്ചു. ഉസ്താദിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മുത്തസ് വരെയുള്ളൂ, മുത്തബ്ബറാക്കേണ്ട ഉദ്ദേശമുണ്ട് തങ്ങളെ ഇതൊക്കെ പറഞ്ഞു. അല്ലാഹു തൗഫീഖോടെ അന്ന് ഖലീൽ പുരക്കാരുണ്ടായിരുന്നു, അവിടുന്ന് പഠിച്ചതാണ്. അവൻ്റെ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ മകനാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ തൗഫീഖോടെ നല്ലൊരു ദുആ നടത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വരുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ സാധിച്ചിട്ടില്ല. ഉസ്താദ് വിശ്രമിക്കുന്നെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ അറിഞ്ഞു. കുട്ടി പറഞ്ഞാൽ ആ കോളേജ് തന്നെ വിളിക്കും എന്ന് പഠിച്ചു. അതിൻ്റെ നിലപാടാണ്. പറഞ്ഞല്ലോ, ഞാൻ ആശീർവാദ കോളേജിൽ പോയി, ചെറുപത്തൂര് ചപ്പാരപ്പുഴയിലെ കോളേജിൽ പോയി ഞങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ ഞങ്ങൾ വാക്ക് പൂർത്തിയാക്കിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആ ഇർഫാനി എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കോളേജ്, ആർക്കും അറിയിക്കേണ്ടതില്ല, അറിയപ്പെട്ട കോളേജ് എന്നതിൻ്റെ അർത്ഥം. അപ്പം അറിയിക്കേണ്ടതില്ല, അത് തന്നെ വിളിച്ചു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല ഉസ്താദന്മാരും നല്ല ശ്രേഷ്ഠവും നല്ല നിയന്ത്രണവുമുള്ള ഒരു രൂപത്തിലാണ് ആ കോളേജിനെ അത്രയ്ക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 6 കൊല്ലം എനിക്കറിയില്ല. അന്ന് തന്നെ അത് വളരെ ഉയർച്ചയിലും സന്തോഷത്തിലുമാണ് ആ കോളേജിനെ പറ്റി ആ ആജിക്കാനോട് പറഞ്ഞത്. തങ്ങളെ നല്ല ഉഷാറായി പോകുന്നിപ്പം ഇവിടെ ആള് വന്ന് മടങ്ങാന്നല്ലാതെ ആളെ വിളിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഭക്ഷണം കാര്യമൊക്കെ ഉസ്താദിനക്കൽ കാര് വന്നാലും പോകുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു ചാക്കരിയെങ്കിലും പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അതെല്ലാം ആ ഉസ്താദിൻ്റെ നിയന്ത്രണവും ആ മുത്തഅല്ലിമീങ്ങൾക്കുള്ള ശിഷ്ടവും കണ്ടപ്പോഴാണ്. ഇപ്പം തന്നെ ഞങ്ങൾ വരുമ്പോൾ ഇർഫാനിയ കോളേജിൻ്റെ വകയിൽ ഒരുപാട് കോളേജ് കീഴ്ഘടകമായി നടക്കുന്നുണ്ട്. ഉദാഹരണം പയ്യന്നൂർ, മാട്ടൂര്, എൻ്റെ അറിവില്ല, പിന്നെ മംഗലാപുരം ഭാഗത്ത് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇത് ഞാൻ കണ്ടതാണ്. അപ്പം പല ഭാഗത്തിൽ നിന്നും ബസ് കയറാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങളെ കണ്ടപ്പോൾ എൻ്റെ കൂടെ ഒരുപടി ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ് ആ തലയിൽ കെട്ടും
ആ രൂപം കാണും, മക്കളെ രൂപം കാണുമ്പോൾ എന്തൊരു സന്തോഷം. എവിടെ സ്കൂളിൽ പോകുന്നതോ അല്ല മറ്റൊന്ന് ചോദിച്ച് ഞാൻ പറയാൻ എനിക്കറിയില്ല, അപ്പോൾ ഇവിടത്തേക്കാന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആ സിസ്റ്റം തന്നെ ഉസ്താദ് എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെയാണ്. ലാ യൂലദുൽ ബത്തു ഇല്ലൽ ബത്തത്ത. അള്ളാഹുവിൻ്റെ നബി പറഞ്ഞല്ലോ ഫാത്തിമ നബീനെ പറ്റി, അസിറുല്ലാവിന് എന്തോ ഒന്ന് പാടി, മറുപടി ഫാത്തിമയും പാടി. അപ്പോഴാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, റസൂല പറഞ്ഞത് ലാ യൂലദുൽ ബത്തു ഇല്ലൽ ബത്തത്ത. അലി ബിൻ അബീ താലിബ് പറഞ്ഞത് ലാ യൂലദുൽ ബത്തു ഇല്ലൽ ബത്തത്ത. ബത്തിൻ്റെ മുട്ട കോഴിക്ക് വെച്ചാലും ബിന്ദത് ബത്താണ്. റസൂലുള്ളാഹിന്റെ മകളല്ലേ. അതേമാതിരി ആ ഉസ്താദിന് പറഞ്ഞ ആ രൂപം, ആ നിയന്ത്രണം, ആ അച്ചടക്കം എല്ലാവർക്കും. പയ്യന്നൂർ പോയപ്പോൾ ഞാൻ പോയിരുന്നു അവിടുത്തെ ഒരു പരിപാടിക്ക്. അവിടുന്ന് അവിടുത്തെ പ്രസിഡന്റും തങ്ങളാണ്. ഓര് പറഞ്ഞു നല്ല ശിഷ്ടമാണ് തങ്ങളെ, നല്ല ശിഷ്ടം, ഒന്നും ചിന്തിക്കേണ്ട. അപ്പോൾ ദർശനം തുടങ്ങേണ്ട സമയം കൂടുതൽ തുറക്കുന്ന സമയം പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ശിഷ്ടമാണ്. അതേമാതിരി തന്നെയാണ് മാട്ടൂര് മഗ്‌രിബിൻ്റെ പോക്കും ആ തസ്ബീഹ് ചെല്ലലും ഒക്കെ കാണുമ്പോൾ നാട് ഹയാത്താക്കണം. അപ്പം അത് എന്തിൽ നിന്ന് പഠിച്ചു അവർ കോരിയെടുത്തോ അത് തന്നെയാണ് അവർ കുടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ നല്ലതായിരിക്കുന്ന അഭിപ്രായത്തോടുകൂടി നല്ല നിയന്ത്രണത്തോട് ജീവിക്കാനും അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഉസ്താദന്മാർക്കും അതിൻ്റെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, പേരാൾക്ക് ശരിക്കും ഓർമ്മയില്ല, അവർക്ക് റസൂലുള്ളാഹിയുടെ പേരാണല്ലോ. അപ്പം ആ പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല കാണുന്നില്ലെങ്കിൽ അസ്ലം തങ്ങൾ ആകെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടാവണം.
يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله العظيم ومن يتق الله അള്ളാഹുവിനോട് തഖ്വയോട് പ്രവർത്തിക്കുന്നവൻ വജഅൽ ലഹു മഖ്റജ വയഹ്സബ് റിസ്ഖഹു ലാ തഹ്സബ് റിസ്ഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് എങ്ങനെയാണ്? അവരെ അറിയപ്പെടാത്ത രീതിയിൽ തഖ്വ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഗൈബിയായ സഹായം ഉണ്ടാകുന്നു. ഇർഫാനിയ കോളേജ് എന്ന് പറയുമ്പോൾ ഇർഫാനിയ കോളേജിൽ നിന്ന് ബിരുദം നൽകുന്നത് മാത്രമല്ല, ഒരുപക്ഷെ PGയും കുവൈറ്റിലുള്ള വാഫി ക്യാമ്പസിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയാണ്. അതുപോലെ KMCCയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഇൻഡോ കുവൈറ്റ് ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി പ്രസിഡന്റ് എന്ന നിലയിലും മറ്റു പല ആധികാരിക ബന്ധങ്ങളിലെല്ലാം തന്നെ ഈ സാധു അറബികളുമായി പല അനേകമായിട്ടുള്ള MP മന്ത്രിമാരുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലും അതിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവിടുത്തെ കുല്യയിൽ നിന്ന് അതായത് നൂറുകണക്കിലുള്ള ഒറിജിനൽ കുല്യയിൽ ഇസ്ലാമിൽ നിന്ന് ബിരുദം ഏറ്റുവാങ്ങിയ എൻ്റെ മുതഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഉസ്താദായി മാറുന്ന പണ്ഡിതന്മാർ അറബിയിൽ അവർക്കൊരു ലെറ്റർ എഴുതാൻ അറിയാത്തൊരവസ്ഥയാണ്. ആയിരക്കണക്കിനുള്ള അക്കൗണ്ടൻസിൻ്റെ ഒഴിവുകളുണ്ട് കുവൈറ്റിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷെ അവിടെ അക്കൗണ്ടൻസി മുഴുവനും അതിൽ 70% അറബി ഭാഷയിലാണ്. മുദീൻ ദായിൻ എന്നുള്ള ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ സാങ്കേതികമാണെങ്കിലും ഇർഫാനിയ കോളേജിൽ പുതിയ സംരംഭം ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിൽ ഒന്നുകിൽ 1-2 വർഷമുള്ള ട്രാൻസ്ലേഷൻ കോഴ്സ് അറബിക് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബിക്. എൻ്റെ ഭാര്യ ഈജിപ്തുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്തുമായി നല്ല ബന്ധമാണ്. അവിടെ വീണ്ടും പറമ്പെല്ലാം ഉണ്ട്. ഈജിപ്തിൽ നമ്മൾ ഇർഫാനിയ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് പോലെ അവിടെ ഒരുപക്ഷെ സ്ഥാനം കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഈ സാധുവിനെ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഹക്കുകളും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ സാധിക്കും. 10-21 രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തി എന്ന നിലയിലും നമുക്ക് പല ആൾക്കാരുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. ഇർഫാനിയ എന്നുള്ളത് ജബൽ അറഫ എന്നുള്ളത് അറഫ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് നബി അലൈഹി ഇസ്ലാമിനെയും അവ്വ ബീവിയെയും അള്ളാഹു സുബ്ഹാനഹു വിവിധ സ്ഥലങ്ങളിലേക്ക് ഏർപ്പെടുത്തിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 40 or 400 അള്ളാഹു അലം വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നത് ജബൽ അറഫയിലാണ്. അതാണ് ഈ ജബൽ അറഫയിലാണ് നമ്മൾ ഹജ്ജ് പൂർത്തിയാവുന്നത്. അതിൽ നിന്ന് ലോപിച്ചതായിരിക്കും ഇർഫാനിയ എന്നുള്ളത്. ഇർഫാൻ എന്നല്ല, ഇർഫാൻ നമുക്ക് അറബിയിൽ എഴുതാൻ പറ്റില്ലല്ലോ, ഇംഗ്ലീഷ് മലയാളത്തിൽ ഇർഫാൻ എന്ന് പറയും. ഇർഫാൻ എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാരുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് സമയം അനുവദിച്ച 5 മിനിറ്റാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, അറബിക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബിക് കോഴ്സ് ഒരു കുല്യയും ഏർപ്പെടാത്ത ഈ കോഴ്സ് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 5 മിനിറ്റ് കൂടി പറയുന്നതാണ്. അപ്പോൾ അതിൽ ഈ ജമിയ എന്ന് പറയുന്നത് വീട്ടിൽ, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെല്ലാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഒരു വക ബ്രാഞ്ച് മാനേജേഴ്സ് എല്ലാം തന്നെ ഈജിപ്തുകാരാണ്, മസ്രികളാണ്. അവരാണ് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്. കുവൈത്ത് ഔക്കാഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുവൈത്ത് ഗവൺമെൻറ് കീഴിലുള്ള ഔക്കാഫിൻ്റെ അതിൻ്റെ അണ്ടർ സെക്രട്ടറി ഡെപ്യൂട്ടി മിനിസ്റ്റർ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ അവർ പറയുന്നത് അറബിയോടല്ല, നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കറാണോ, അറബിക് നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കറാണോ എന്നാണ് ചോദിക്കുന്നത്. ഓരോ നമസ്കാരത്തിന് ശേഷം നമ്മൾ റിയാദ് സാലിഹീനിലെ കുറേ ഹദീസുകൾ നമ്മൾ കാണാപ്പാഠമാക്കിക്കൊണ്ട് അവർക്ക് അറബികൾ ക്ലാസ് എടുത്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇമാമത്തായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ഹാവ് ദ പവർ ടു ബി എ പ്രൊമിനന്റ് സെർമൺ മാൻ. ഒറിജിനൽ അറബിയിൽ ഖുതുബ പറയാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. സഹോദരന്മാരെ, പ്രിയ ഉസ്താദുമാരെ, ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എൻ്റെ ബഹുമാന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇർഫാനിയ, അസ്ലമി, അഷ്റഫി, അസ്അദി, ഫൈവി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതെല്ലാം ഡിഗ്രികളാണ് കേരളത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും ആരും ചെയ്യാത്തതാണ്.
അതുപോലെ തന്നെ നമ്മളെ പേര് വെക്കുന്ന സമയത്ത് മലയിൽ മൂസ എന്ന് പറയും, അല്ലെങ്കിൽ തേങ്ങൻ്റെ അവിടെ മുഹമ്മദ്, അവരുടെ വീട്ടിൻ്റെ പേരാണ്. ഇതാണ് അറബി സിദ്ധാന്തം. നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് അറബി കുല്യത്ത് ഉണ്ടായിട്ട് നമ്മളെ മക്കൾക്ക് പേര് വെക്കുന്നത് എങ്ങനെയാണ്? പറയും ഉമർ ബിൻ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ്. അത് തെറ്റാണ് പേര്. അബൂബക്കർ സിദ്ദീഖ് എന്നുള്ളത് ടൈറ്റിൽ പൊന്നാ നബി കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പേര് വെക്കുന്ന സമയത്ത് ഒരാൾ പറയാം അബൂബക്കർ സിദ്ദീഖ് എൻ്റെ മോന് പേര് വെച്ചിരിക്കുക, അങ്ങനെയല്ല വെക്കേണ്ടത്. അബൂബക്കർ ഇബിൻ ആരാണ് അവരുടെ കുട്ടിയുടെ ബാപ്പയുടെ പേര്? മുഹമ്മദ്. കുട്ടിയുടെ വലിപ്പാന്റെ പേരെന്താണ്? ഒരുപക്ഷെ മൂസ. ആ പേരാണ് വെക്കേണ്ടത്. അങ്ങനെ 3 പേരും ഒന്നിച്ച്. അതുപോലെ ഒരു പ്രവണത ഇതും കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. ആധികാരികമായ ചർച്ചകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണം പറയാം, നമ്മുടെ പെങ്ങൾ കല്യാണം കഴിച്ചു, പെങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു. ഒരു 4-5 വർഷം കൊണ്ട് അവരൊന്നിച്ച് ജീവിച്ചവരാണ്. പാസ്പോർട്ട് എടുക്കാത്തവരാണെങ്കിൽ ആ ഭർത്താവിൻ്റെ പേര് പാസ്പോർട്ടിൽ അവൻ ആ മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ കൂടെ ചേർക്കും. അപ്പോൾ പെങ്ങളുടെ പേര് റുഖിയ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഹാഷിമാണെങ്കിൽ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ചേർന്ന് എന്താ റുഖിയ ഹാഷിം എന്നാണ്. റുഖിയ ഹാഷിം എന്നാണ്. അതേസമയം ഹാഷിം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ കല്യാണം കഴിക്കുന്നു, അബ്ദുൽ ഖാദർ. അപ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ ഹാഷിം മാറ്റി റുഖിയ ഹാഷിം മാറ്റി റുഖിയ അബ്ദുൽ ഖാദർ എന്താണ് എഴുതുക? ജാക്ലിൻ കെനഡി ഒനാസിസ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ലേഡി ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ അമേരിക്കൻ കെനഡിയുടെ ഭാര്യ. ആ സ്ത്രീയുടെ പേരിന്റെ പേര് എന്താണ്? പേര് ഓനസ് ജാക്ലിൻ കെനഡി എന്നാണ് എഴുതിയത്. കെനഡി മരിച്ചപ്പോൾ ആ സ്ത്രീ വേറൊരു ആളെ കഴിച്ചു, ഒനാസിസ്. അങ്ങനെ 4 പുരുഷന്മാരെ കല്യാണം കഴിച്ചപ്പോൾ 4 പേര് അവരുടെ പാസ്പോർട്ടിലുണ്ട്. എന്തൊരു മോശമായ പ്രവൃത്തിയാണിത്. അതുകൊണ്ട് നമ്മൾ പേര് വെക്കുന്ന സമയത്ത് നമ്മളെ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് മകളെ പേരിന് കൊടുത്ത ബാപ്പാന്റെ പേര് വേണം. ഒരു കാരണവശാൽ ബാപ്പാന്റെ പേര് മാറ്റാൻ പറ്റില്ല. എൻ്റെ മോള് ഡോക്ടറാണ്, കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് പാസ്പോർട്ടിലുള്ളത് ഗാലിബ് ബിൻ അഹമ്മദ് ബിൻ സൈനുൽ ആബിദീൻ അൽ മഷൂർ. എൻ്റെ മകളെ പേര് നൂറ ഗാലിബ് അഹമ്മദ് അൽ മഷൂർ. ഇങ്ങനെ 4 പേര്. അപ്പം ഇങ്ങനെ 4 പേര് വെച്ചുമാണ് ഇനി വരാവുന്ന ജനറേഷന് വേണ്ടത്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുവാൻ അതുപോലെ സഹകരിക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ അവസരം നൽകിയ ഇർഫാനി കോളേജിൻ്റെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹിക്ക് എല്ലാവിധ ആശംസ നൽകുന്നുണ്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. അതുപോലെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ പ്രഭാഷണം നടത്താനുമുണ്ട്. കണ്ണൂർ ജില്ലാ സമസ്ത കേരള മുഷാവറയുടെ മെമ്പറായി ബഹുമാനപ്പെട്ട പഴയകാല ഫൈസി, ആദ്യത്തെ ഫൈസിമാരുടെ കൂട്ടത്തിലൊരാളാണ് ബഹുമാനപ്പെട്ട ബ്ലാത്തൂർ ഉമ്മർ ഉസ്താദ് അവർകൾ. ഈ മഹത്തായ യോഗത്തിന് ആശംസ നേരാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹാപണ്ഡിതന്മാരെ, ഈ സദസ്സിലുള്ള ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നമ്മുടെ ചപ്പാരപ്പുഴവിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ലോകത്ത് തന്നെ ഇർഫാനിയുടെ പേര് ഉച്ചരിക്കാത്തതും അറിയാത്തതുമായ ആളുകൾ വളരെ കുറവാണ്. എന്തുകൊണ്ട്? ഇർഫാനിയിൽ നിന്നും പുറത്തു വന്ന ഉസ്താദന്മാരാണ്, ചെറുചുരുക്കുള്ള അരോഗദർദ്ധകാത്തന്മാരായ യുവാക്കളായ ഉസ്താദന്മാരാണ് കേരളത്തിൽ എന്ന് മാത്രമല്ല
ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് മാത്രമല്ല ഗൾഫ് മേഖലകളിലും എല്ലാം ഇന്ന് സ്വാധീനം ചെലുത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് കേവലം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ചപ്പാരപ്പടവ് ഒരു മഹത്തായ മലബാറുകളുടെ വലിയ ദർസാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും വലിയ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതന്മാർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദർസുകളിൽ ഒന്നാണ് ചപ്പാരപ്പടവിലെ ദർസ്. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. ആ ചപ്പാരപ്പടവ് ദർസിൽ മുദരിസായ മഹാപണ്ഡിതന്മാർ കെ അബ്ദുള്ള മുസ്ലിയാർ കിരുവാരമുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയുടെ പ്രിൻസിപ്പാളായി ഇപ്പോൾ വഫാത്തായി. അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ചപ്പാരപ്പടവിൽ ആ ഉസ്താദിന്റെ കീഴിലായി 4 വർഷം പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ചപ്പാരപ്പടവിൽ നിന്നും വിട്ടതിന് ശേഷം വലിയ ദർസായ ഇന്ന് കോളേജാണ്, വലിയ ദർസായ ഉള്ളാളത്ത് പോയി ബഹുമാനപ്പെട്ട സന്നി തങ്ങളുടെ ദർസിലും 4 വർഷം താമസിച്ചു. അങ്ങനെ പട്ടിക്കാടേക്ക് പോയി ഇന്നത്തെ നമ്മുടെ സെക്രട്ടറി, സമസ്തയുടെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ എൻ്റെ ശരീക്കാണ്, എൻ്റെ ക്ലാസ്മേറ്റ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചപ്പാരപ്പടവ് എന്നുള്ള രാജ്യം മുൻകാലങ്ങളിൽ തന്നെ ഇൽമിന്റെ കേന്ദ്രമായിരുന്നു. അങ്ങനെ അത് ശുഷ്കിച്ച് ചുരുങ്ങിയ കുട്ടികൾ മാത്രമുള്ള ഒരു ദർസായി തീർന്നു. അങ്ങനെ കെ അബ്ദുള്ള ഉസ്താദ് അവിടുന്ന് പോയ ശേഷം NK മുഹമ്മദ് ഉസ്താദ് കടൂപ്പുറം മഹാനവറിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. മൂപ്പരാണ് അവിടെ മുദരിസായി വന്നത്. അങ്ങനെ ചപ്പാരപ്പടവിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ തന്നെ വളരെ വളരെ ആഗ്രഹത്തോടുകൂടിയും വളരെ സ്നേഹത്തോടുകൂടിയും മാത്രമേ ആ നാട്ടിനെയും ആ ദർസയും ഓർക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് മാനന്തേരി വി മുഹമ്മദ് ഉസ്താദ് അവരുകൾ വന്നപ്പോൾ ആദ്യമായി ഒരുപാട് എതിർപ്പുകൾ അവിടെ ഉണ്ടായി. അത് നിങ്ങളെല്ലാവരും അറിയുന്ന കാര്യമാണ്, ചെറുപ്പക്കാരായ കുറേ ആളുകൾക്ക് അറിയുകയുമില്ല. എന്താണ് എതിർപ്പ്? ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള ചില ആളുകൾ മൂപ്പരെ പറ്റി അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചു. മൂപ്പര് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ദീനിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ മഹത്തായ ഈ പാരമ്പര്യമുള്ള ദർസ് ഇവിടെ വലിയൊരു കോളേജാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ എന്നാൽ കഴിയുന്ന ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തും. അതിന് അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ഇൽമിനെ സ്നേഹിക്കുന്ന, പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകൾ എൻ്റെ പിന്നിലുണ്ടായിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് അവിടെ ഒരു കോളേജ് സ്ഥാപിച്ചു. ആദ്യമൊക്കെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കോളേജ് ചെറുചെറുപ്പക്കാരായ അരോഗദൃഢഗാത്രന്മാരായ സലീം ഫൈസി ഇർഫാനിയെ പോലെയുള്ള മഹത്തുക്കളുടെ കഠിനാധ്വാനം കൊണ്ട് ആ കോളേജ് വലിയൊരു കോളേജായിട്ട് മാറി. ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ കോളേജാണ് ഇർഫാനിയ അലൈഹി കോളേജ്. അന്ന് കേരളത്തിലുള്ള ആളുകൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി പോയിരുന്നത് വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലായിരുന്നു. അതിനുശേഷം കേരളത്തിലുള്ള ആളുകൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ പോയി
ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പട്ടിക്കാട് ജാമിയ നൂരിയ എന്നൊരു പേരിൽ ഒരു കോളേജ് ഉണ്ടാക്കി. ആ പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന കോളേജിൽ നിന്നും വന്ന ആളുകളാണ് ഇന്ന് പ്രായമുള്ള പണ്ഡിതന്മാർ അധിക ആളുകൾ. അതിനുശേഷം നമുക്കൊരു കോളേജ് വന്ന് നന്ദി ദാറുസ്സലാം മന്ദിയിൽ, അവിടെ നിന്നും വന്ന മഹാപണ്ഡിതന്മാരാണ് ഇപ്പോൾ ഒരുപാട് ബഹുഭൂരിപക്ഷം ആളുകളും. ഇപ്പോൾ ഇർഫാനിയ അറബി കോളേജ് കഴിഞ്ഞ വർഷം വരേക്കും അവിടെ മുതവ്വൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പട്ടിക്കാട് അറബി കോളേജ് കമ്മിറ്റിയും ഇർഫാനിയ കമ്മിറ്റിയും കൂടി ഒരു ധാരണയിലെത്തി ഒരു വർഷം മുതവ്വൽ ക്ലാസ് ഇർഫാനിയിലും ഒരു വർഷം പട്ടിക്കാടും ആക്കാം എന്ന് തീരുമാനിച്ചു. അതിൽ യുക്തി എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും 2 വർഷവും ഇവിടെ ഇർഫാനിയിൽ തന്നെ മുതവ്വൽ ക്ലാസ് ആക്കാം എന്ന് തീരുമാനിക്കും. ഈ വർഷം മുതൽ മുതവ്വൽ ക്ലാസ് 2 വർഷവും ഇർഫാനിയിൽ തന്നെ നിലനിർത്താനും പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഇർഫാനിയിൽ നിന്ന് എല്ലാം കൊണ്ടും ഒരു സമുന്നതമായ ഉന്നതമായ ഒരു വിദ്യാലയമായി ഉയരുകയും ഇനിയുമായി ഉയർന്ന് ഒരു വലിയ യൂണിവേഴ്സിറ്റിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച അനന്തരമില്ലാതെ ഭാവിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് എല്ലാം നേതൃത്വം നൽകുന്നതും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. ആ ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടെ, ആ ഉസ്താദിന്റെ നിർദ്ദേശ സഹകരണത്തോടുകൂടെ ആ കോളേജ് ഇനിയും ഉയർന്ന് പന്തലിച്ച് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ വലിയൊരു കോളേജായിട്ട് മാറണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദ്വാരക്കുകയും ആശംസിക്കുകയും ചെയ്യുവാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ 4 വർഷം പട്ടിക്കാട് എൻ്റെ ഉസ്താദാണ്. ആ ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ശംസുൽ ഉലമ ലോകത്ത് മുഴുവൻ ആളുകൾ പറഞ്ഞതെന്താണെന്നറിയുമോ? ശംസുൽ ഉലമയല്ല, ശംസുൽ ആലം, ലോക പണ്ഡിതനാണ് എന്ന അങ്ങനെയുള്ള ഒരു മഹാനവറുകളുടെ ശിക്ഷണത്തിലായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില സംഭവവികാസങ്ങൾ മുസ്ലിങ്ങളുടെ ശക്തികൾക്ക് മുഴുവൻ എതിർ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. മുസ്ലിം കൂട്ടായ്മക്കെതിരായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവരെതിരാണ്. എന്താണ് ഇത്? എന്തിനാണ് ഇവിടെ ഒരു സൂഫി സമ്മേളനം നടത്തി? അവർക്കറിയാം, നരേന്ദ്ര മോഡിക്കും അത് നടത്തിച്ച ആളുകൾക്കും അറിയാം ഇവിടെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന വലിയ സംഘടന ആരാണെന്ന് അറിയാം. പക്ഷേ ആരെയാണ് ക്ഷണിച്ചത്? ക്ഷണിച്ചത് ആരെയാണ്? മുസ്ലിം ഐക്യത്തിനെതിരെ നിൽക്കുന്ന മുമ്പിലുള്ള ആളുകൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കസാര ഇട്ടിട്ടും സൈഡിലൊക്കെ കസാര ഇട്ട് സഹകരിച്ചാൽ പിറകിൽ കുറച്ചും കൂടി കസാര ഇടാൻ പറ്റും. ഒരുപാട് ആളുകൾ പുറത്ത് ഇരിക്കാൻ സൗകര്യമില്ലാതെ നിൽക്കുന്നുണ്ട്. ഒന്നെല്ലാവരും സഹകരിച്ചു കൊടുക്കണം. സംഘാടകരൊന്നും കാത്തു നിൽക്കരുത്. എല്ലാവരും സ്വയം സംഘാടകരാവണം. ആ സൈഡ് മുഴുവനും കസാര ഇടരുത്. പോയി വരാനുള്ള സൗകര്യമാണോ? അതുപോലെ ഓരോ ഉസ്താദുമാർ പോകുമ്പോഴും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി തീരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയും ശക്തിയും എതിർത്തുകൊണ്ട് മറുപക്ഷത്തിന് മുസ്ലിം സമുദായത്തിന് ശക്തി ചെയ്യിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുസ്ലിം വിരുദ്ധത സ്വീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. അകലെ അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും അബൂമിയാൻ അബുൽ ഹസൻ അലി നബി കോഴിക്കോട് വന്നപ്പോൾ ശംസുൽ ഉലമ മൂപ്പരുടെ സ്റ്റേജിൽ മൂപ്പരെ സ്വീകരിച്ചു. സമസ്ത അതിൻ്റെതായ മുഴുവൻ ആളുകളെയും അണിനിരത്തി അവിടെ യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിൽ തന്നെ പുള്ളി വിട്ടുനിന്നു.
എന്താ പറഞ്ഞതറിയോ? ശംസുൽ ഉലമ മുജാഹിദായി, മുബത്തദിയായി. അബുൽ ഹസൻ അലി നദ്വി മുജാഹിദാണ്. മുജാഹിദിന്റെ സ്റ്റേജിൽ ഞാൻ ഒത്തൊരുമിച്ച് നിൽക്കൂല. എന്താ സംഭവം? ഇതേ വ്യക്തിയാണ് ഗൾഫിൽ പോയപ്പോൾ മുഹമ്മദ് സലീം മൗലവിയുടെ കൂടെ സ്റ്റേജ് പങ്കിടുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലെറ്റർ, സുന്നി വോയിസ് ഓഫീസിലേക്ക് ലെറ്റർ. എന്താണ്? നമ്മള് വരുന്നത് വരേക്കും മുജാഹിദിനെയും ജമാഅത്തിനെയും വിമർശിച്ചുകൊണ്ട് ഒന്നും സുന്നി വോയിസിൽ എഴുതുന്ന മക്കളെ എന്ന് പറഞ്ഞ ലെറ്റർ. എന്ന് മാത്രമല്ല, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകള് മദ്ഹബുകളുടെ അഭിപ്രായ വ്യത്യാസം പോലുള്ള അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ, അത് രൂക്ഷമായി വിമർശിക്കപ്പെടേണ്ടെന്നില്ല എന്നൊരു പ്രസ്താവനയും. ഇദ്ദേഹമാണ് പറയുന്നത് EK ഉസ്താദ് എന്തായിപ്പോയി? മൗലാന അബുൽ ഹസൻ നദ്വിയുടെ കൂടെ എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ ശരീഅത്താണ് നിലനിർത്തേണ്ടത്, സാധാരണ ശരീഅത്തല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശരീഅത്ത് നിലനിർത്താൻ വേണ്ടി അബുൽ ഹസൻ അലി നദ്വി അടക്കമുള്ള ആളുകള് മുസ്ലിം കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി എന്താണ് ശക്തിപ്പെടുത്തേണ്ട ആവശ്യം വന്നത്? അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, ഞാൻ ശരീഅത്തിനെ തൊട്ട് കഴിക്കില്ല, മുസ്ലിം സമുദായത്തിന്റെ ഇംഗിതം അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇന്നത്തെ ആളെ പോലെയല്ല. ഇന്നത്തെ ആളെ സംബന്ധിച്ച് പറയാതിരിക്കുന്നതാണ് നമുക്ക് വേഗം. അത് അള്ളാഹു തന്നെ അദ്ദേഹത്തെ ഒരു വഴിക്കാക്കും, ഉറപ്പ്, സംശയമില്ല. നമ്മൾ കൂട്ടായി പ്രാർത്ഥിച്ചാൽ മതി. രാജീവ് ഗാന്ധി പറഞ്ഞപ്പോൾ മുസ്ലിം കൂട്ടായ്മയുടെ ശക്തി തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി ശംസുൽ ഉലമ EK ഉസ്താദ് എന്ത് ചെയ്തു? കേരളത്തിലുള്ള സുന്നി ആശയക്കാരെ മുഴുവൻ സംഘടിപ്പിച്ചു. അതിനോടുകൂടെ തന്നെ മറ്റുള്ള സംഘടനകളുമായിട്ട് യോജിച്ചു. എന്തിന്? മുസ്ലിം സംഘടിത ശക്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ശംസുൽ ഉലമ അലീബിയാനെ, അബുൽ ഹസൻ അലി നദ്വിയെ, മൂപ്പരാരാണെന്നറിയുമോ? അത് നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ആ സ്റ്റേജിൽ പോയത്. അപ്പൊ മൂപ്പറെന്തായിപ്പോയി? വിദേഹത്തായിപ്പോയി, മൂത്തതിയായിപ്പോയി. എന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തിനാ മൂപ്പര് ഉപ്പിടണ്ട എന്ന് കോഴിക്കോട് അത് വിളിച്ച ആളുകൾ ലീഗായിപ്പോയി വിചാരിച്ചിട്ടാ? ആര് വിളിച്ചോട്ടെ, അപ്പൊ അതിന് മറുപടി ഒന്നും പറയേണ്ടതായി പറഞ്ഞു കഴിഞ്ഞു. കല്യാണത്തിന് വിളിക്കുക എന്നല്ലാതെ കാലം കൊണ്ട് കൂട്ടി വരാൻ വേണ്ടി സാധിക്കൂല. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചപ്പോൾ നിങ്ങളെയും വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നില്ല, വിളിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ശക്തി എവിടെയുണ്ടോ അവിടെയൊക്കെ തകർക്കാനുള്ള ശ്രമമായി അനുയായികൾക്ക് വിവരം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. ഞാനിത് വേദനയോടെ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, റാത്തൂർ എന്ന ചെറിയ കൊച്ചു പ്രദേശമാണ്. സമസ്തയുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു കൊച്ചു രാജ്യമാണ്. അവിടെ ഇങ്ങനെയുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഒരു തലമുക്കര് കുറച്ചാളുകൾ അവര് ഒരു ഓർഡറിൻ്റെ കൂടെ അവർക്ക് ഒരു സർക്കുലർ എന്താണെന്നറിയുമോ? മുസ്ലിങ്ങൾ എവിടെ താമസിക്കുന്നുവോ അവിടെ ആളുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല, ഒരു മദ്രസയും ഒരു പള്ളിയും ഉണ്ടാക്കണം. ആ മദ്രസയിൽ പഠിക്കാൻ കുട്ടികളുണ്ടെന്നോ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടെന്നോ നോക്കേണ്ടതില്ല. കുറച്ച് സ്ഥലം സംഘടിപ്പിച്ചിട്ട് ഒരു പള്ളിയും മദ്രസയും ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഛിദ്ര ഉണ്ടാക്കണം, അവിടെ പ്രശ്നമുണ്ടാക്കണം. അത് നിങ്ങൾ ഏതോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ട് എന്നാ പറഞ്ഞു. എന്തായിരുന്നാലും ശരി, അത്തരം കാര്യങ്ങൾ ഗ്രാമാന്തര പ്രദേശങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, നമ്മുടെ ആ ഛിദ്രശക്തികളൊന്നും കണക്കിലെടുക്കേണ്ടതില്ല, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇർഫാനിയ അറബി കോളേജിന്റെ ഈ ഫെബ്രുവരി മാസം വരുന്ന സമ്മേളനം ഞാൻ വിജയമാക്കുക, ആ കോളേജിനെ പൂർവോപരി ഉയർത്തിൽ നിന്നും ഉയർത്തിലേക്ക് എത്തിക്കുക. നമ്മുടെ ശൈഖുന അവർക്ക് ദീർഘായുസ്സും അതുപോലെ തന്നെ ആയുരാരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ കോളേജിനെ അല്ലാഹു ഉത്തരവാദിത്വം ഉയർത്തട്ടെ. എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുഴുവൻ ശക്തിയിനെയും എതിർക്കുവാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തരട്ടെ. സുന്നത്തി ജമാഅത്തിനെ ഇവിടെ നിലനിർത്തുവാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഒരുപാട് കാലമായി നല്ല സുഖമില്ലാതെ കൊണ്ട് ഞാൻ സംസാരിക്കലോ
യോഗത്തിന് വരലൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ട്, ഞാനുമായിട്ട് കുറേ അടുത്ത് പെരുമാറുന്ന ഒരാളാണ്, ബഹുമാനപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ട് ഈ യോഗത്തിന് ഞാൻ വരികയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് ഞാനിവിടെ എത്തിയതാണ്. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം. ദ്വാ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഒന്നുകൂടി നമ്മുടെ കോളേജിനെ വലിയൊരു യൂണിവേഴ്സിറ്റിയെ അല്ലാഹു ഉയർത്തട്ടെ, അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട 1-2 പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സംഘടനാ പ്രതിനിധികൾ 1-2 ആൾ കൂടി ആശംസ നേരുകയാണ്. ഈ മഹത്തായ യോഗത്തിന് ആശംസ നേരാൻ വേണ്ടി കണ്ണൂർ ജില്ലാ SYSന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി വേങ്ങാട് അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ സലീം ഫൈസി ഇർഫാനി അവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠകളെ, ഈ മഹത്തായ പരിപാടിക്ക് ഒരാശംസ നേരുക എന്നതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഷെരീഫ് ഫൈസി ഇർഫാനി അവറുകൾ ആണ് എന്നെ ക്ഷണിച്ചത്. ഇതിന് ആശംസ നേരാൻ ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ നിന്ന് കേരളത്തിലെ മഹത്തായ സ്ഥാപനമായി മാറട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും SYSന്റെ കണ്ണൂർ ജില്ലാ ട്രഷറർ എന്ന നിലയിൽ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ യോഗത്തിന് ആശംസിക്കാൻ വേണ്ടി നമ്മുടെ ഇർഫാനിയുടെ പൂർവ്വസന്തതിയും അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ ട്രഷററുമായ ബഹുമാനപ്പെട്ട ഷുക്കൂർ ഫൈസി അവരുകളെ വിനയപുരുഷൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ വേദിയുടെ സമാധാനമായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് സലീം ഫൈസി ഉസ്താദ് അവരുകളെ, മറ്റു വേദിയിലെ വ്യക്തിത്വങ്ങളെ, നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ബ്ലാത്തൂർ ഉസ്താദിൻ്റെ ആ സംസാരത്തിൽ നിന്ന് വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ചപ്പാർപ്പാട് റിഫൈനറി അറബിക് കോളേജിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന ഈ പ്രചരണങ്ങളുടെ വേളയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംസാരം എന്ന് പറയുന്നത് ഇർഫാനിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. അഥവാ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു യൂണിവേഴ്സിറ്റിയായി അൽഹംദുലില്ലാഹ് അല്ലാഹു ഉയർത്തട്ടെ എന്നൊരു പ്രാർത്ഥനയും ആ പ്രതീക്ഷയും ആ ആഗ്രഹവും ആ അഭിലാഷവും പ്രിയപ്പെട്ടവരെ നമ്മെ ഏവരെയും സന്തോഷിപ്പിക്കുകയാണ്. തീർച്ച അതിന് വിദൂരമില്ലാത്ത ഭാവിയിൽ തന്നെ വലിയൊരു കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സിൽവർ ജൂബിലിയുടെ പ്രചരണം പൊതുജനങ്ങളിലേക്ക് കൂടി നമ്മുടെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഈ പ്രചരണ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വരും സംസാരങ്ങളിൽ നിന്നൊക്കെ ഇതിന്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഈ സിൽവർ ജൂബിലി കേരളക്കരയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ നിലയിലും ഷെയ്ഖുനായുടെ പിന്നാലെ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളിൽ അല്ലാഹുവിനെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജമിയത്തുൽ മുഅല്ലിമീന്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ച വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SYSന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട PP മുഹമ്മദ് കുഞ്ഞി ഉസ്താദ് അവർ ഈ മഹത്തായ സമ്മേളനത്തിന് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم അഭിനന്ദനായ അധ്യക്ഷൻ ഇർഫാനിയ കോളേജ് കേന്ദ്ര കമ്മിറ്റിയുടെ ബ്രെയിനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി ഉസ്താദ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായ ഇർഫാനിയയുടെ സന്തതികളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കുവാനുണ്ട്. ഇർഫാനിയ കോളേജിൻ്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഫെബ്രുവരി 23 മുതൽ 26 വരെ ചപ്പാരപ്പടവിൽ വെച്ച് നടക്കുന്ന ആ മഹാസമ്മേളനത്തിൻ്റെ പ്രചരണത്തിൽ നിന്ന് നന്ദി കുറിക്കുകയാണ്. ഇർഫാനിയ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മഹാൻ എവിടെ കാലുകുത്തിയോ ആ പ്രദേശം അള്ളാഹു തആല ദീനിൻ്റെ കേന്ദ്രമാക്കും എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ മഹത്തായ ഉദാഹരണമാണ് ചപ്പാരപ്പടവ്. ചപ്പാരപ്പടവ് ഉസ്താദിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല, നിങ്ങളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്. മാത്രമല്ല, ഇർഫാനിയ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൽമു പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇൽമു പഠിക്കുന്നവർ ഏത് രൂപത്തിലും ഭാവത്തിലും ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായ തസ്കിയത്തിലൂടെ ആ ആലിമീങ്ങളെ ഇർഫാനിയ കോളേജിൻ്റെ പടിക്ക് പുറത്തേക്ക് ദീനീ ദഅവത്ത് നടത്താൻ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ദീനീ ദഅവത്ത് നടത്തേണ്ടവർ ആരാണ്, അവരെയാണ് ഇർഫാനിയ കോളേജിൽ നിന്ന് ഇറക്കി വിടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വിജ്ഞാനം നൽകി വിടുന്നത് എന്നതിൽ നമുക്കൊക്കെ ചാരിതാർത്ഥ്യമുണ്ട്. ആത്മീയതയില്ലാത്ത വെറും പുറം പോളിസ് മാത്രമുള്ള ആളുകൾക്ക് ഇസ്ലാമിക ദഅവത്ത് നടത്താൻ സാധ്യമല്ല. പല ദഅവത്തുകളും പൊളിഞ്ഞ് തരിപ്പണമാകുന്നത് ആത്മീയതയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇർഫാനിയ കോളേജിൻ്റെ ഏത് പരിപാടികളും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അതേപോലെ തന്നെ നമ്മുടെ കോളേജുകൾ നിലനിർത്താൻ, ആ കോളേജ് നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങൾ, ആ വിഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിൽ കഴിയാവുന്ന മാനസികമായ പിന്തുണ നൽകേണ്ടതുമുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യം നേരത്തെ നമ്മുടെ ബ്ലാത്തൂർ ഉസ്താദ് വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നാം നേരിടുന്ന വെല്ലുവിളികളിലേക്ക് സൂചന നൽകി. എന്നാൽ ആ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ട് പോകുന്നവരെ സംബന്ധിച്ചും സൂചന നൽകുകയുണ്ടായി. കേരളക്കരയിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ, മുസ്ലിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ദീനീ വിജ്ഞാനം തകർക്കുവാനുള്ള പദ്ധതികളുമായി എതിരാളികൾ മുന്നിട്ട് വന്നിട്ടുണ്ടോ, ആ കാലഘട്ടങ്ങളിലൊക്കെ പുറംതിരിഞ്ഞു നിന്നവരാണ് ഇന്നും ആ കൂട്ടായ്മയിൽ നിന്ന് പുറംതിരിഞ്ഞിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമില്ല. നാം ഇത് 87, 88 കാലഘട്ടങ്ങളിൽ കണ്ടവരാണ്. അതിനോടനുബന്ധമായി ആ പേര് പറഞ്ഞുകൊണ്ട് മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. ഏതോ ഒരു ഹൈന്ദവ വക്കീലിന്റെ ഉപദേശപ്രകാരം മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകിയവരാണ് അവരൊക്കെ.
നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? 86 മുതൽ നടന്ന ഇന്ത്യയിൽ ഇസ്ലാം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യപ്പെട്ട ആ കാലഘട്ടത്തിൽ മഹാനായ ശംസുൽ ഉലമയെ തെറി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവർ ഇസ്ലാം നിലനിൽക്കണമോ വേണ്ടയോ എന്നതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ ആ വെല്ലുവിളി ഇവിടെയും ഉയർന്നു വന്നപ്പോൾ സർവ ആളുകളും മെനക്കെട്ട് അധ്വാനിച്ചിട്ട് പോലും മധ്യസ്ഥം വഹിച്ചിട്ട് പോലും ഒന്നാവാത്ത ഉമറാക്കളുടെ സംഘടന, ആ സംഘടന യാതൊരു ഉപാധിയുമില്ലാതെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഉഖറവിയായ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകുന്ന അള്ളാഹുവിന്റെ ആരിഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയവർ ആ കൂട്ടായ്മയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇന്നും അമ്പൽപുരം തുടരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ ഓതിയില്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ആരാണ് ഉത്തമൻ? പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല ജനങ്ങളോട് ചോദിക്കുകയാണ്, വഅമില സ്വാലിഹൻ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരേക്കാൾ പോരാ, ഇത് രണ്ടും മതിയോ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽപ്രവർത്തനങ്ങളും നടത്തിയാൽ മാത്രം പോരാ. ഇവിടെ ഭീകരമായ ഇസ്ലാമിക വിരുദ്ധത നിലനിൽക്കുമ്പോൾ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു യഥാർത്ഥ മുസൽമാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവനാരോ അവനാണ് ഇവിടെ ഏറ്റവും നല്ലവൻ. ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഈമാൻ കൈവരണം. അതിന് വെറും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാനൊരു പണ്ഡിതനാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പണ്ഡിത സംഘടനയാണ് എന്ന് പറയുന്നവർക്ക് അതിന് സാധ്യമല്ല. ഞാനൊരു മുസൽമാനാണെന്ന ഉത്തമ ബോധവും അത് ധൈര്യത്തോടുകൂടി നട്ടെല്ല് നിവർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നവരാരോ അവരാണ് നല്ലവർ. ഇവിടെ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വഅമില സ്വാലിഹൻ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും അത് ചെയ്യിക്കുവാനുമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ കോളേജുകൾ വരെ നിർമ്മിച്ചുകൊണ്ട് അതിന് പ്രയത്നിക്കുന്നവരും ചെയ്യുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് മാത്രമല്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നടത്തിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കൂ, ആരെങ്കിലും പിടിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ രാമ എന്ന് വിളിക്കുന്നവരാണ് മുസ്ലിം നാമധാരികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറെ പേരും ഭൂരിഭാഗവും ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ വാക്യത്തോട് യോജിക്കുന്ന സംഘടനകൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇത് നമ്മൾ തമാശക്ക് പ്രസംഗിച്ചു പോകുന്നതല്ല കാര്യം. വളരെ ഗൂഢമായി ചിന്തിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം പയറ്റി പരാജയപ്പെട്ട ആ പരാജയപ്പെട്ട ഇടത്തു നിന്ന് വീണ്ടും ഇത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ജനങ്ങൾ നെട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വളരെ ആസൂത്രിതമായ ഒരു നീക്കം നടത്തിയതാണ് നോട്ട് പിൻവലിക്കൽ. അതും കൂടി കൂട്ടി വായിക്കാം നമുക്ക്. ജനങ്ങളാകെ മറന്നിരിക്കുകയാണ് ഈ സംഭവം. സത്യത്തിലല്ലേ? ഈ നോട്ട് വിവാദത്തിലൂടെ ഏക സിവിൽ കോഡ് എന്ന മഹാദുരന്തത്തെ സംബന്ധിച്ച് ജനങ്ങൾ മറന്നുപോയിരിക്കുന്നു. അതിനുള്ള ഒരടവ് കൂടിയായിരിക്കണം ഈ നോട്ട് പിൻവലിച്ചത്. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നോട്ട് പിൻവലിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാം പല ലക്ഷ്യങ്ങളിലും ഉണ്ടെങ്കിൽ അതിലൊരു ലക്ഷ്യം ഇതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സത്യത്തിൽ മുത്തലാഖ് അതൊക്കെ ഇവിടെ കേരള ഉസ്താദും മറ്റൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അവർക്കൊക്കെ അവസരം കിട്ടണമല്ലോ. അപ്പോൾ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ ഓതിയ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുള്ള കഠിന പ്രയത്നം നടത്തണം. അതോടൊപ്പം നമ്മുടെ മഹാസമ്മേളനം
ഇർഫാനിയ കോളേജിൻ്റെ ആ മഹാസമ്മേളനം ഫെബ്രുവരി 23 മുതൽ 26 വരെ നടക്കുകയാണ്. ആ സമ്മേളനം വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനം, അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ, പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഇവരെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കണം. അതിന് ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ആ കമ്മിറ്റി, സ്വാഗത സംഘം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ടാകും. അതൊക്കെ യഥാസമയങ്ങളിൽ നടത്തിക്കൊണ്ട് അത് വമ്പിച്ച വിജയമാക്കുന്നതോടൊപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇർഫാനികളായ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, അവരെ ഉപദേശിക്കാനോ ഒന്നല്ല, അപേക്ഷിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സംഘടന സംവിധാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ഏറ്റവും യോഗ്യതയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ സംഘടനാ സംവിധാനത്തിലേക്ക് ഊർജ്ജസ്വലമായി വന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദ് മഹാനായ മുഹമ്മദ് മുസ്ലിയാർ, ആ ഉസ്താദ് അവർക്ക്, ശൈഖുനാക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ദീർഘായുസ്സും ഈ ദീനിന്റെ വിജ്ഞാന സേവനത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ പ്രസംഗം ഇവിടെ നടക്കാനുണ്ട്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് വരുന്നതിന് മുമ്പ് അതൊക്കെ കഴിക്കേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ വിളിച്ചു വരുത്തിയ പ്രധാനപ്പെട്ട ചില അതിഥികൾ ആശംസ നേരുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സജീവ പ്രവർത്തകനും നമ്മുടെ മുഹിബുമായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ പ്രഗത്ഭനായ ഭാരവാഹിയും ഇരിക്കൂർ മണ്ഡലം SYS-ൻ്റെയും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് അവർകൾ ഈ മഹത്തായ യോഗത്തിന് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായ ബഹുമാന്യായ സലീം ഫൈസി ഉസ്താദ് അവർകളെ, സംസ്ഥയുടെ മുഷാവറ അംഗം ഉമർ ഫൈസി ഉസ്താദ് അടക്കമുള്ള നേതാക്കന്മാർ, ഇർഫാനിയ അറബി കോളേജിൻ്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ SYS SKSF-ൻ്റെ സന്നദ്ധരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഇർഫാനിയെ സ്നേഹിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ശ്രോതാക്കളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാനും സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇർഫാനിയ അറബി കോളേജിൻ്റെ 25ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു പ്രചരണോദ്ഘാടനത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു പ്രചരണോദ്ഘാടനം ഇത്ര ഗംഭീരമാണെങ്കിൽ നമ്മുടെ 25ാം വാർഷിക സമ്മേളനം എന്തായിരിക്കുമെന്ന്. തീർച്ചയായും സലീം ഫൈസി ഉസ്താദ് അടക്കമുള്ള അതിൻ്റെ സമ്മതിതരായ നേതാക്കളോട് അപേക്ഷിക്കുവാനുള്ളത്, 10,000 അവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള സൗകര്യവും അതിനുള്ള സംവിധാനവും ഉണ്ടാക്കാൻ അതിൻ്റെ സംഘാടകർ തയ്യാറാകണം എന്നുള്ള ഒരു അപേക്ഷയാണ് ആദ്യമായിട്ടുള്ളത്. തീർച്ചയായും വർഷാവർഷം നടക്കുന്ന മഹത്തായ സമ്മേളനം, മുൻകാലങ്ങളിലൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും നല്ലൊരു അനുഭൂതി, മറ്റ് പല സമ്മേളനങ്ങളിലും സംബന്ധിച്ചവർക്ക് കിട്ടാത്ത ഒരു അനുഭൂതി, ഒരു പ്രത്യേകമായ ഒരു സന്തോഷം ആ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായും ഇതൊരു വലിയ മുതൽക്കൂട്ടാണ് എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഞാൻ ഇർഫാനിയ
ദഅവാ സംഘത്തിന്റെ ഇരിക്കൂർ ഏരിയയിൽ ഒരു എളിയ പ്രവർത്തകനാണ്. സമ്മേളനം സജീവമാകും. പക്ഷേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ളത് നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക, ഈ സ്ഥാപനത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു കൊടുക്കുക. വീട് വീടാന്തരം ഗ്രഹസന്ദർശനങ്ങൾ നടത്തി നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ സന്ദേശത്തോടൊപ്പം ആ മഹാനുഭാവൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളക്കരയിൽ ഈ ഇസ്ലാമിക സംവിധാനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മഹത്തായ സംവിധാനം പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരമായിട്ട് ഇനിയുള്ള നാളുകൾ നമുക്ക് കാണാൻ സാധിക്കണം. അപശബ്ദങ്ങൾ ഉണ്ടാകാം, അതൊന്നും ഗൗനിക്കാതെ നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ സ്ഥലടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ വളരെ ആസൂത്രിതമായ നീക്കത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമുദായത്തിന്റെ അകവും പുറവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ മനസ്സിലാക്കി ഇസ്ലാമിക ഇസ്സത്ത് നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നീക്കാൻ നമുക്ക് ഈ സമ്മേളനം വഴി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ യോഗത്തിന് നമ്മുടെ ഇർഫാനി അറബി കോളേജിൻ്റെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അതുപോലെ നമ്മുടെ സമസ്തൻ്റെ വിവിധ സംഘടനകളുടെയൊക്കെ പ്രതിനിധിയും പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന കാര്യദർശികളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട സൂപ്പി ഹാജി കെ ഈ യോഗത്തിന് ആശംസ നേരുകയാണ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ സലീം ഫൈസി ഇർഫാനി അവറുകളെ, വേദിയിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, ചപ്പാറപ്പടവ് കോളേജിലെ വിദ്യാർത്ഥികളെ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തികളെ, യുവ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ, മനസ്സിന് ആഹ്ലാദം നൽകുന്ന ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചപ്പാറപ്പടി കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ള ഒരു പരിപാടിക്കാണ്. ചപ്പാറയെ സംബന്ധിച്ചിടത്തോളം കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അദ്ദേഹത്തിൻ്റെ അപാരമായ പാണ്ഡിത്യവും കഴിവുമാണ് കോളേജിനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും മനസ്സിനൊത്ത നിലയിലുള്ള ഇർഫാനിയ കുട്ടികളെ വാർത്തെടുക്കുവാനും ഉസ്താദിൻ്റെ സ്വന്തമായ അള്ളാഹുവിൻ്റെ അനുഭവം കൊണ്ടുള്ള കഴിവ് ആണ് അവിടെ പ്രദർശിപ്പിച്ച് കാണുന്നത്. അതിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ പരിപാടി എന്ന നിലക്ക് എല്ലാവരും അതിന് മനസാ വാച കർമ്മണ എല്ലാ നിലയിലും പ്രവർത്തിച്ച് നമ്മുടെ പരിപാടി ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും
സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് എന്നോടും നിങ്ങളോടും എനിക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനുള്ളത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മാതിരി എല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങളും അവൻ സ്വീകരിച്ച് അതിന് തക്കതായ പ്രതിഫലം ഏത്തിനും പരത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരോടും ദുആ കൊണ്ട് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്തുകൊണ്ട് ഈ പരിപാടികൾക്ക് കണ്ണൂർ ജില്ലാ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും പ്രവാസി ലീഗിൻ്റെയും മറ്റു വിവിധ സംഘടനകളുടെയും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ടും നിങ്ങളോട് എല്ലാവരും ഒരിക്കൽ കൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഫൈസി വെൺമണൽ നമ്മൾ സ്റ്റേജിലേക്ക് വരണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. സിദ്ദീഖ് ഫൈസി വെൺമണൽ ഈ മഹത്തായ യോഗത്തിന് രണ്ടു വാക്ക് ആശംസിക്കാൻ വേണ്ടി SKSSF ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബഷീർ അസദി അവരെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. പരിശുദ്ധമായ ഖുർആനിലെ എല്ലാവർക്കും അറിയാവുന്നതും ഏവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരായത്താകുന്നു ഞാൻ ഈ ഓതിയ ആയത്ത്. ഈ ആയത്ത് ഞാൻ ഓതി എന്നുള്ള കാരണം കൊണ്ട് കൂടുതൽ നേരം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയവും സന്ദർഭവും പറയേണ്ടതിന് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടാണ്. ബഹുമേഖലകളിലും ബഹുവിഷയങ്ങളിലും ഖുർആനിൻ്റെയും ശരീഅത്തിൻ്റെയും ആഴവും പരപ്പും നന്നായി അറിയുന്ന ആലിമീങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യം പറഞ്ഞാലും ഏത് വിഷയം പറഞ്ഞാലും അതെല്ലാവർക്കും അറിയുന്ന വിഷയമായിരിക്കും എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ എന്നെ അലട്ടുന്നത് കൊണ്ട് ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോകം ഏറെ കലുഷിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ കാലുഷ്യമുള്ള ലോകത്ത് ജീവിക്കൽ പ്രയാസമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തി വസ്തുനിഷ്ഠമായി വിലയിരുത്താനുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായ അറിവുകളും സാങ്കേതികമായ ശേഷികളും ഇന്ന് ലോകത്തേറെയുണ്ടെങ്കിലും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വസ്തുതകളെ നിരത്തി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹം നമുക്കില്ല എങ്കിൽ ധാരാളം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നമ്മൾ നേരിടേണ്ടി വരുമെന്ന് നമുക്കെല്ലാവർക്കും വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാം മത സമൂഹത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഒളി അജണ്ടകളും ഹിഡൻ അജണ്ടകളും ഈയടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. അത് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോളം തന്നെ പഴക്കമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ, അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ നന്മയെ നശിപ്പിക്കാനും തിന്മയെ വളർത്തുവാനും വേണ്ടി പ്രത്യേകമായ സംവിധാനം തന്നെ, വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇർഫാനിയ കോളേജിൽ പഠിക്കുന്നവർ മതപരമായ വിഷയത്തിൽ ഗഹനമായ അറിവും ആഴത്തിലുള്ള പരപ്പും കിട്ടുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് മഹല്ലിലേക്ക് പോയാലും അവിടെയുള്ള ഉസ്താദിന്റെ പേര് ചോദിക്കുമ്പോൾ മറ്റു സ്ഥാപനങ്ങളിൽ പഠിച്ച പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇർഫാനിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ
പലപ്പോഴും ഉള്ളിൽ സന്തോഷമുണ്ടാവാറുണ്ട്. കാരണം എന്താണെന്നറിയോ? മഹല്ലുകൾ ഇന്ന് ആവശ്യപ്പെടുന്നത് ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളെയല്ല. അതാണ് സത്യം. ഭൗതികമായ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ബഹുഭാഷകളിൽ നല്ല പ്രാവീണ്യമുള്ളവർക്ക് നല്ല ഡിമാൻഡുണ്ട്, മാർക്കറ്റുണ്ട്, നിഷേധിക്കാനാവാത്തതാണ്. ബഹുവിഷയങ്ങളിലും ബഹുഭാഷകളിലും സമൂഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സാഗൂതം കേൾക്കാനും പറയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ഹൃദയസ്പർശിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും ഭാഷകൾക്ക് സാധിക്കുന്നുണ്ട്. ശരിയാണ്, ആധുനിക സംവിധാനങ്ങൾക്കും സൗകര്യമുണ്ട്. എന്നാൽ അതിനപ്പുറം ഇസ്ലാമിന്റെ രീതിയിൽ യഥാർത്ഥമായ ഇസ്ലാമിന്റെ സുന്ദരാശയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന ശൈലിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതന് വിലയുണ്ട്. അല്ലാത്തവർക്ക് വിലയില്ല എന്നല്ല. ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോൾ, മറ്റു കവിതാ ശകലങ്ങളെയോ ഉദ്ധരണികളെയോ ഉദ്ധരിക്കുമ്പോൾ കേൾവിക്കാരന്റെ മനസ്സിൽ ഈ പ്രഭാഷകനെ കുറിച്ചോ അവർ നടത്തുന്ന ആശയത്തെക്കുറിച്ചോ സ്വാധീനമുണ്ട് എന്നതിനപ്പുറം മതപരമായ വിഷയങ്ങൾ നന്നായി അറിയാവുന്ന പണ്ഡിതന്മാർക്കാണ് എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡിമാൻഡ് ഉള്ളതും അതാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മതങ്ങളെ എന്നല്ല, അറിവുകളെ രണ്ട് ഭാഗമായി എവിടെയും വേർതിരിക്കുന്നില്ലല്ലോ. ഗസാലി ഇമാമൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണെന്നറിയോ? ഗസാലി ഇമാം പറഞ്ഞ ആശയങ്ങളാണ് പോലും അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിസന്ന എഴുതിയ പച്ചയായ കാര്യങ്ങൾ ഇന്ന് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാണ്. അവിസന്നയൊക്കെ എഴുതിയ പുസ്തകങ്ങൾ, ഇബ്നു സീനയൊക്കെ എഴുതിയ പുസ്തകങ്ങൾ പറയാൻ പറ്റില്ലെങ്കിലും പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയട്ടെ, കംപ്ലീറ്റ് കോപ്പി ചെയ്യുന്ന കാലത്താണ്. ഇപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റിന്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കംപ്ലീറ്റ് കട്ട് ആൻഡ് പേസ്റ്റ്. അവർ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷിന്റെ ഭാഷ, ലോകത്തിന്റെ ഭാഷ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ അതിനോട് മത്സരിക്കാൻ സാധിക്കുന്ന ഓൺലി എ ലാംഗ്വേജ് വി ക്യാൻ സീ ഇൻ ദിസ് വേൾഡ്, ഓൺലി എ ലാംഗ്വേജ്, ദാറ്റ് ലാംഗ്വേജ് ഇസ് ഓൺലി അറബിക് ലാംഗ്വേജ്. വി cannot anyone reject the place of Arabic language. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറബി ഭാഷയെയും ഇംഗ്ലീഷ് ഭാഷയെയും മറ്റു ഭാഷകളെയും ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരം കിട്ടിയ ഏത് ഭാഷകളാവട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ 22ഓളം ഭാഷയുണ്ടല്ലോ അംഗീകാരം കൊടുത്ത ഭാഷകൾ. ഏത് ഭാഷയെയും നമ്മളൊന്ന് we are ready to compare, we can see Arabic language is first and foremost thing in this world. ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ ഭാഷയാണ് ഈ അറബി ഭാഷ. അതിന്റെ ലളിതത്തിലും ടേസ്റ്റിലും പഠിക്കുന്നവർ ആരാ? നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആലിമ്യങ്ങൾ മാത്രമാണ്. നോക്കൂ, ഗ്രാമർ പഠിച്ചു, സർഫ് പഠിച്ചു, നഹ്വ് പഠിച്ചു, ഭാഷാലങ്കാരങ്ങൾ പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ കാര്യങ്ങൾ ലോകത്തോട് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഹൃദയസ്പർശിത്വം നിഷേധിക്കാനാവാത്തതാണ്. നമ്മുടെ കൽബിൽ അള്ളാഹുവിന്റെ മാരിഫത്തിനെ ഇട്ടു എന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരിഫത്ത് എന്ന് പറയുന്ന വാക്കും ഇർഫാനിയ എന്ന് പറയുന്ന വാക്കും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എന്റെ വിചാരം. തീർച്ചയായും ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തോ മടിയുണ്ടോന്നു അല്ലേ? ഇല്ല, അങ്ങനെയില്ലേ? അതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അറിവ്. അതാണ് ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്ന അറിവ്. അതാണ് ഹൃദയത്തിൽ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ, വിപ്ലവം ഉണ്ടാക്കുന്ന അറിവ്. ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഖുർആനിയായ അറിവ് മാത്രമാകുന്നു, ദീനിയായ അറിവ് മാത്രമാകുന്നു, ശരീഅത്തിന്റെ അറിവുകൾ മാത്രമാകുന്നു. ഇതുള്ളവന് എവിടെയും വില കിട്ടുപോയിട്ടില്ല, വില കെടുകയുമില്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഹാഫിളൂൻ എന്ന് പറയുന്ന വാക്കിന്റെ മുമ്പിൽ ഒരു ലാം എന്തിനു വേണ്ടി അള്ളാഹു കൊടുത്തത്? എന്തിനു വേണ്ടി അള്ളാഹു കൊടുത്തത്? ലഹാഫിളൂൻ. ലാം എന്ന് പറയുന്ന ആ ലാം എന്തിനു വേണ്ടിയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലഹാഫിളൂൻ. Definitely the Allah, the Almighty and Omnipotent and Signed Allah, keep this language. ഈ ലാംഗ്വേജ് പഠിക്കാൻ, ഈ ഭാഷ പഠിക്കാൻ, ഈ ഭാഷയിലൂടെ മതപരമായ അറിവുകൾ പഠിക്കാൻ, ഈ അറിവുകൾ പ്രസരണം ചെയ്യാൻ, പ്രക്ഷേപണം ചെയ്യാൻ കേൾപ്പും കരുത്തും ശേഷിയും കാമ്പും കാതലും എല്ലാം നേടുന്നവരാകുന്നു നമ്മൾ. ആ രീതിയിൽ ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റാൽ, ആലിമീങ്ങൾ ഉണരാത്ത കാലത്തോളം സമൂഹത്തിന് വളർച്ചയുണ്ടാവില്ല.
ആലിമ്യങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുമോ, ഭൗതിക രംഗത്ത് ഗസറ്റഡ് റാങ്കിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാര് മതം പഠിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പല ബുക്ക് സ്റ്റാളിലും പോയിട്ട് ചോദിക്കുന്നു, അല്ലയോ സാറേ, അല്ലയോ ഇവിടെ അറബി മലയാളത്തിൽ എഴുതിയ യാസീൻ ഉണ്ടോ? മലയാളത്തിൽ എഴുതിയ യാസീൻ മലയാളത്തിൽ എഴുതിയ യാസീൻ ഉണ്ടോ? മലയാളത്തിൽ എഴുതിയ പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിക്കുന്ന രംഗത്തേക്ക് കാലം പോകുന്നത് ഭൗതികമായ അറിവിന്റെ കമ്മി കൊണ്ടല്ല, ഭൗതിക അറിവ് വികസിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ പറയോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SKSF-ന്റെ എല്ലാവിധ ആശംസകളും എന്നും കൂടെ ഉണ്ടാകും. നമുക്കെന്നും ഒരുമിച്ച് പോകാം. എന്നും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഓരോ ചലനത്തിനും അള്ളാഹു പ്രതിഫലം തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആളുകൾ ഇനിയും നമ്മളെ വിശിഷ്ട അതിഥികൾ തന്നെ ഇവിടെ ആശംസിക്കാനുണ്ട്. എല്ലാവരും ഈ സദസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവർക്കെല്ലാം വേണ്ടി മൊത്തമായ ആശംസ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇനിയത് നീട്ടിക്കൊണ്ടുപോകുന്ന സദസ്സിന് അലോസരമായിരിക്കുമല്ലോ. മാത്രമല്ല ഇവിടെ പ്രഗത്ഭമായ ഒരുപാട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. ക്ലാസ് റൂമിൽ നിന്നും ഒരുപാട് ആളുകൾ നമ്മുടെ വിഷയാവതരണം പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട്. ആദരണീയനായ അഹമ്മദ് തെർലായി ഉസ്താദ് അവർകൾ SYS-ന്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമാണ്. പ്രഗത്ഭനായ പ്രഭാഷകനും പ്രതിപാദനനുമായ അഹമ്മദ് തെർലായി അവർകൾ ഈ മഹത്തായ സമ്മേളനത്തോട് സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ, എൻ്റെ അഭിമന്യ സ്നേഹിതൻ ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി അവർകൾ, വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹപ്രവർത്തകർ, സദസ്സിലെ ബഹുമാന്യരായ ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, ഉമറാക്കൾ, സഹപ്രവർത്തകർ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുജനങ്ങളെയും നാമുമായി ബന്ധമുള്ള എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു സദസ്സാണിത്. കണ്ണൂർ ജില്ലയിൽ ഇസ്ലാമിക പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന ചപ്പാരപ്പടവിൽ അത്ഭുതത്തിൻ്റെ നിറകുടമായി ഒരു മഹാപ്രതിഭയിൽ നിന്നും ഉത്ഭവിച്ച പ്രകാശത്തിൻ്റെ കിരണങ്ങളാണ് നിങ്ങളെല്ലാം. ആ പ്രകാശത്തിന് ഭൂമിയിൽ ഏറെ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതിനെ കെടുത്തുവാനോ അതിനെ ഊതി ഇല്ലാതാക്കുവാനോ ആർക്കും സാധ്യമല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലിന് ശേഷം ഇസ്ലാമിക ഉമ്മത്തിനെ ആര് നയിക്കും എന്ന ചർച്ച വന്നപ്പോൾ ഒട്ടനവധി യോഗ്യതയ്ക്ക് ഒടുവിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്യുവാൻ തീരുമാനിച്ചു. ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിന്. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നയാൾ, മെഹ്റാജ് പോലുള്ള സംഭവങ്ങളിൽ ഏറ്റവും നല്ല ദൃഢനിശ്ചയം ഉണ്ടയാൾ, പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് ഹിജറ പോയയാൾ, ആർസൗറിൽ ഒരുമിച്ച് നിന്നയാൾ, അങ്ങനെ ഒരുപാട് 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 സവിശേഷതകൾ. ഏറ്റവും അവസാനം പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജനങ്ങൾ ഛിന്ന ഭിന്നമാവുകയും ഛിദ്രമാവുകയും ചെയ്തപ്പോൾ അവരെ അടക്കി ഒതുർത്തി നേതൃത്വത്തിൻ്റെ ഏറ്റവും നല്ല ഭാവം സമൂഹത്തിന് സമർപ്പിച്ചയാൾ. ഇതെല്ലാമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും സഹായിച്ച, പ്രവാചകന് ഏറ്റവും നല്ല സ്നേഹം നൽകിയ, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഖലീഫയെ തിരഞ്ഞെടുത്തത്. പക്ഷെ ആ ഒരു ആലോചനയിൽ നിന്ന് എല്ലാവരും ബൈഅത്ത് ചെയ്തിട്ടും അലി റളിയല്ലാഹു അൻഹുവിന് മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തത്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠമുണ്ട്. നാം ഏറ്റവും അനിവാര്യമാണെന്ന് തോന്നിയവർക്കൊക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവരൊക്കെയും പിന്നീട് നമ്മുടെ ഈ സങ്കേതത്തിലേക്ക് വരും എന്ന പ്രതീക്ഷ തന്നെ മനസ്സിൽ വെക്കുക. ഇതിന്റെ അർത്ഥതലം എത്ര വ്യാപകമാണ് എന്ന് അനുഭവിക്കുന്നവർക്കറിയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന സമയത്താണ് ഇർഫാനിയയുടെ സമ്മേളനം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നാമായി ജീവിക്കണമോ എന്ന വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് അതാണ് നമ്മെ അറിയിക്കുന്നത്. അതിന്റെ മതപരമായ വിഷയങ്ങളിലേക്കോ ശരീഅത്തുൽ ഇസ്ലാമിന്റെ അനിവാര്യതയിലേക്കോ ഞാൻ കടക്കേണ്ടതില്ല. കാരണം അത് ബോധ്യപ്പെട്ട ഒരു തലമുറയാണ് മുന്നിലുള്ളത്. മാത്രമല്ല അതിന്റെ നാനാവശങ്ങളെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കാൻ ബഹുമാന്യനായ ഓണംപള്ളി ഉസ്താദ് വരുന്നുമുണ്ട്. പക്ഷേ ഏക സിവിൽ കോഡ് രാജ്യത്തിന് വേണമെന്ന് പറയുന്നവരിൽ നിന്നുണ്ടാകുന്ന ചില വാദങ്ങൾ അത് നാം ചർച്ച ചെയ്യപ്പെടണം. ഏകദേശം 10 പ്രധാന വാദങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതെന്തെല്ലാമാണെന്ന് അറിയുമ്പോഴേ ഇത് സംബന്ധമായുള്ള പൊതു ചർച്ചയിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കാൻ പറ്റും. ഇത് പടച്ചോന്റെ നിയമമാണ്, അത് മാറ്റാൻ പറ്റൂല എന്ന് പറയുന്നിടത്ത് നിന്ന് ഇന്നുന്ന കാരണത്താലും മാറാൻ പറ്റില്ല എന്ന് പൊതുസമൂഹത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്തുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് അള്ളാന്റെ നിയമമാണ്, അത് ഞങ്ങൾക്ക് മാറ്റിക്കൂടാ എന്ന് പറയുമ്പോൾ അള്ളയോട് വിധേയത്വം നമുക്ക് മാത്രമേ ഉള്ളൂ. മറിച്ച് ആ അള്ളാഹു നൽകിയ നിയമം സർവർക്കും അനുകൂലമാണ് എന്ന് സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് അള്ളാഹുവിന്റെ നിയമം മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവരെത്തിക്കേണ്ടത്. ഒറ്റയടിക്ക് അങ്ങനെ പറയുമ്പോൾ നാം ഏറ്റവും വലിയ സങ്കുചിതവാദികളാകും.
ഏറ്റവും വലിയ വർഗീയവാദികളാകും, ഏറ്റവും മതകീയമായ മൗലികവാദികളായി മാറും. അതുകൊണ്ട് തന്നെ എന്താണ് അവർ പറയുന്നത്, അതിനെന്താണ് മറുപടി എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണമായി നമ്മുടെ രാജ്യത്തെ ഇപ്പോഴുള്ള ഈ വാദമുഖങ്ങളിൽ, നമ്മുടെ ചാനലുകളിൽ, നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്ന് കണ്ണോടിച്ചാൽ അവർ പൊതുവെ പറയുന്ന ഒരു വാചകം, അത് BJP-യുടെ ഭാഗത്തുനിന്നുമല്ല, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുമല്ല പറയുന്നത്, ഇന്ത്യയിലെ ഭരണഘടനയിൽ 6 വിഷയത്തിൽ മാത്രമേ ശരീഅത്ത് വരുന്നുള്ളൂ, മുസ്ലിം വ്യക്തി നിയമം വരുന്നുള്ളൂ. അതല്ലാത്ത എല്ലാ വ്യവസ്ഥയിലും നിയമങ്ങൾ മാറിയിട്ടുണ്ട്. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാത്രമല്ല, എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഈ 6-ൽ മാത്രം ശരീഅത്ത് നിലനിർത്തി തരണം എന്ന വാദത്തിന് എന്തർത്ഥമാണുള്ളത്? നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വിവാഹം, വിവാഹമോചനം, തലാഖ് തുടങ്ങിയ വളരെ ചുരുങ്ങിയ 5ഓ 6ഓ വിഷയത്തിൽ മാത്രമല്ലേ ഇപ്പോൾ മാറാനുള്ളൂ. ബാക്കി 99% സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഇന്ത്യയുടേതല്ലേ സ്വീകരിക്കുന്നത്. പിന്നെ എന്തിന് 6-ൽ മാത്രം നിങ്ങൾ കടിച്ചു തൂങ്ങണം? നിങ്ങൾ അതും മാറ്റിക്കൂടെ എന്നാണ് ഒരു ചോദ്യം. ഇത് BJP-യുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. എന്ത് നമുക്ക് ഉത്തരം? ഞങ്ങളിവിടെ ഈയിടെ ചാനൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ BJP സ്നേഹിതൻ അതാ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് മറ്റുള്ളവരും അതിന് ഏറ്റുപിടിച്ചു. എന്താ മറുപടി? നമ്മൾ അതിന് വ്യക്തമായ ഉത്തരം കാണണം. എന്താ ഉത്തരം? നമ്മുടെ രാജ്യത്തെന്നല്ല, ലോകത്തുള്ള എല്ലാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പരിശോധിച്ചാലും ഇസ്ലാമിനോട് ഏകദേശം യോജിക്കുന്ന വിധത്തിലുള്ള ക്രിമിനൽ വ്യവസ്ഥകളാണ് നടപ്പിലുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്നല്ല, ഇന്ത്യയിൽ നടക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യയിലുള്ള 99% ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നൽകുന്ന ശിക്ഷാ നിയമം ഇസ്ലാമിക ശരീഅത്താണ്. എന്തേ കാരണം? ഇന്ത്യ നിയമത്തിലൊന്നല്ല, ലോകത്തുള്ള നിയമത്തിലോടും തന്നെ മതം ഒരു ക്രിമിനൽ നിയമം വെച്ചു കൊടുത്തിട്ടില്ല. ഹൈന്ദവ മതമോ ക്രൈസ്തവ മതമോ ബുദ്ധ ജൈന മതങ്ങളോ പാർസി മതങ്ങളോ ഒന്നും തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ വ്യവസ്ഥ സമ്പൂർണമായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അത് ഒരു വ്യവസ്ഥാപിതമായ നിലപാടായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാര് വളരെ നിരായുധരായിട്ടാണ് വന്നത്. അവരിൽ ചിന്തയില്ല, അവര് വിദ്യാഭ്യാസമില്ല, അവർ വെറും ബിസിനസ് മാത്രമാണ്. പക്ഷെ ഇന്ത്യയുടെ കടുംപിടുത്തത്തിലും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിലും മുതലെടുത്തുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലേക്ക് വന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ ജനതയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു നിലപാടുമില്ല. ആ നിലപാടില്ലാതിരുന്നപ്പോൾ അവർ മുൻകാലങ്ങളിലെ ശിക്ഷാ നിലപാടുകൾ പരിശോധിച്ചപ്പോൾ അന്ന് മുഗളന്മാരും മറ്റൊക്കെ ഭരിച്ചിരുന്നത് അവർ ശിക്ഷാ നിലപാടായി സ്വീകരിച്ചത് ഇസ്ലാമിക ശരീഅത്തിലെ ശിക്ഷാ നടപടിക്രമമാണ്. മുസ്ലിം ശരീഅത്തിലെ നടപടിക്രമം എന്ന നിലക്കല്ല, പൊതു നടപടിയായി അവർ സ്വീകരിച്ചത് അതാണ്. അവർക്കതറിയാതെ അവർ പിന്നീട് ഇവിടെ നടപ്പിലാക്കിയതും ആ ക്രിമിനൽ വ്യവസ്ഥയായിരുന്നു. സ്വാഭാവികമായും അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി വരികയും സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായി 77-ൽ പരം വരുന്ന നിർമ്മാണ സമിതികൾ വന്നപ്പോൾ അവർ സ്വീകരിച്ച പൊതു ക്രിമിനൽ കോഡും ഇസ്ലാമിക ക്രിമിനലിന് അനുയോജ്യമായ നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഗീബത്ത് നമീമത്ത് എല്ലാം ഇവിടെ തെറ്റാണ്. ഗീബത്ത് പറയൽ തെറ്റാണ് ഇന്ത്യൻ നിയമപ്രകാരം, നമീമത്ത് പറയൽ തെറ്റാണ്, കളവ് പറയൽ തെറ്റാണ്, വഞ്ചിക്കൽ തെറ്റാണ്. നിങ്ങൾ പരിശോധിച്ചോ? ഗീബത്ത്, പരദൂഷണവും ഏഷണിയൊക്കെ അനുവദനീയമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിലില്ല. അതൊക്കെ ഹറാമാണ്, തെറ്റാണ് എന്ന് നമ്മുടെ മതം പറയുമ്പോൾ അതും ഇന്ത്യയുടെ നിയമപ്രകാരം തെറ്റ് തന്നെയാണ്. ആ ഒരു തെറ്റ് വരാൻ കാരണം നമ്മുടെ ഇസ്ലാമിക നിയമത്തിൽ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥകൾ തന്നെയാണ് മറ്റൊരു വിധത്തിൽ ഇവിടെ വന്നത്, ഇന്ത്യൻ ഭരണഘടനയിലും വന്നത്. സ്വാഭാവികമായും ആ ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമുക്ക് അനുകൂലമാണ്. ഇതും കൂടി പറഞ്ഞിട്ട് അതും കൂടി മാറ്റാനല്ല ഈ പറയുന്നത്. പിന്നെ ഉള്ളത് ചില വ്യവസ്ഥകളുണ്ട്. എന്ത്? ഇസ്ലാമിക ക്രിമിനൽ കോഡ് എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? കട്ടവന്റെ കൈ കൊത്തണം, വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെയുള്ള നിയമം എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അതിന്റെ സിവിൽ നിയമങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായത് മാത്രമല്ലേ പറയുന്നുള്ളൂ എന്നുകൂടി പറയുന്നിടത്ത് നമുക്ക് വ്യക്തമായ മറുപടി എന്താ? കട്ടവന്റെ കൈ കൊത്തണം എന്ന് പറയുമ്പോൾ കക്കരുത് എന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി മുസ്ലിങ്ങളെ. എന്നാ പിന്നെ കൊത്തേണ്ട കാര്യം വരുന്നില്ലല്ലോ. കൊത്തേണ്ട കാര്യം വരുന്നില്ലല്ലോ. കക്കരുത് എന്ന് മുസ്ലിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചാൽ മതി.
വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാമിക ക്രിമിനൽ നിയമം നടപ്പിൽ വരുത്തണം എന്നതിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ശഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് പറയാം, നിങ്ങൾ ആരും വ്യഭിചരിക്കരുത് എന്ന്. എന്നാൽ വിവാഹം കഴിക്കുന്നിടത്ത് അവിടെ സാക്ഷി വേണം, അവിടെ ഭർത്താവ് വേണം, അവിടെ ഭാര്യ വേണം, അവിടെ സീത വേണം എന്നൊക്കെ പറയുന്നിടത്ത് അത് ഉണ്ടാകണം എന്ന് പറയാം. അപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ, ആ ക്രിമിനൽ നിയമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ മുസ്ലിങ്ങളോട് നമ്മൾക്ക് ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംരക്ഷിക്കാൻ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വേണം. ഈ രീതിയിലേക്ക് നമ്മൾ ആ വിഷയങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് കാര്യം മനസ്സിലാവും. രണ്ടാമതായി അവർ ഉന്നയിക്കുന്നത് എല്ലാവർക്കും ഈ ഏക സിവിൽ കോഡ് അനുകൂലമായ നിലപാടാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിർപ്പുള്ളൂ, മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിരുള്ളൂ. ഇവിടെ ഹിന്ദു കോഡുണ്ട്, ഇവിടെ ക്രൈസ്തവ കോഡുണ്ട്, ഇവിടെ മറ്റു മതവിഭാഗത്തിനൊക്കെ പ്രത്യേകമായ വ്യക്തി നിയമമുണ്ട്. ആ വ്യക്തി നിയമങ്ങളൊക്കെ ഇല്ലാതെ കോഡ് കൊണ്ടുവരുമ്പോൾ അവർക്കൊന്നും ഇതിൽ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തേ മുസ്ലിങ്ങൾക്ക് മാത്രം? ഇതാണ് മറ്റൊരു ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നിലവിലുള്ള സിവിൽ കോഡ് മാറ്റാൻ വേണ്ടി, ഏക സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാൻ അവർ ഉന്നയിച്ച വാദമുഖങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ അറിയാം, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ നിയമവകുപ്പ് മുന്നോട്ട് ചോദ്യാവലിയായി തന്നിട്ടുള്ളൂ. ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടതോ ഹൈന്ദവരുമായി ബന്ധപ്പെട്ടതോ പാർസികളുമായി ബന്ധപ്പെട്ടതോ രജപുത്രരുമായി ബന്ധപ്പെട്ടതോ ആദിവാസികളുമായി ബന്ധപ്പെട്ടതോ ആയ വിഷയം പോലും ചർച്ച ചെയ്തിട്ടില്ല. എന്തേ കാരണം? മുസ്ലിങ്ങളെ സംബന്ധിച്ച് വരുന്ന ഏതൊരു ചർച്ചക്കും മാധ്യമം നിശബ്ദത പാലിക്കും. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഭൗതിക സമൂഹം നിശബ്ദത പാലിക്കും. മുസ്ലിങ്ങളെ തകർക്കുകയും ഇല്ലായ്മ ചെയ്യുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഒരേ സമയം ക്രൈസ്തവരെയും മറ്റുള്ളവരെയും നമുക്ക് അനുകൂലമാക്കി ഇവരെ നോവിച്ചുകൊണ്ട് ഇവര് മുഖേന എല്ലാവർക്കും എതിരായ ഒരു നിയമം കൊണ്ടുവരിക എന്ന ദുഷ്ടലാക്കാണ് BJP കൊണ്ടുവരുന്നത്. ഇത് മറ്റു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ നമുക്ക് മാത്രമല്ല അപകടം. ഇന്ത്യയിലെ ആദിവാസി സമൂഹം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, 14% ഞങ്ങളുള്ളത്. 14% ഞങ്ങളുടെ വ്യക്തി നിയമത്തെ മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആദിവാസി സമൂഹം, ഗോത്ര സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തിരിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മളിവിടെ 17% ഉള്ളൂ. 17ഉം 14ഉം കൂടി എത്രയായി? 31%. ഇനി ക്രൈസ്തവരും മറ്റൊക്കെ ഇവിടെ ചേർന്നാൽ ഒരു നിലക്കും ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന പൊതു തോന്നൽ BJPക്ക് ഉണ്ടായപ്പോൾ ഈ ചോദ്യാവലിയിൽ മുത്തലാഖ്, ബഹുഭാര്യത്വം തുടങ്ങിയ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിച്ചു. എന്നാൽ ബഹുഭാര്യത്വം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാ? ഗോത്ര സമൂഹത്തിലാണ്. ഇവിടുത്തെ ദ്രാവിഡ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കേരളത്തിൽ നോക്കൂ, പിണറായി വിജയൻ കേരള മന്ത്രിസഭയിലേക്ക് 6 മാസ കാലയളവിലെ വിവാഹമോചനത്തിന്റെ കണക്ക് പറഞ്ഞില്ലേ? 20,000-ഓളം വരുന്ന വിവാഹമോചനം. അതിൽ 5% മുസ്ലിങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ 1751 പേരാ വിവാഹമോചിതം. എന്നാൽ 70% മലപ്പുറം ജില്ലയിൽ 300-ന്റെ താഴെയാണ്. അപ്പോൾ ബഹുഭാര്യത്വം തീരെ നടക്കാത്ത ഒരു സമൂഹം മുസ്ലിങ്ങളിലാണ്. ആ ഒരു കണക്കും മറ്റും വെച്ചുകൊണ്ട് ഇത് നമ്മെ മാത്രം ബാധിപ്പിച്ചതാക്കി ചുളിവിൽ മറ്റുള്ളവർക്ക് കൂടി വിധേയമാകുന്ന അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യുന്ന, അവരുടെ വ്യക്തിത്വം ഇല്ലാതെയാക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പൊതുസമൂഹത്തോട് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതേപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക്, രാജ്യത്തിന്റെ ഐക്യത്തിന്, രാജ്യത്തിന്റെ വികസനത്തിന് ഇങ്ങനത്തെ ഒരു മാറ്റം ആവശ്യമാണ് എന്നതാണ് പുതിയത്. രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തിന്റെ വളർച്ച, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മൗലിക അവകാശത്തോടൊപ്പം തന്നെ മാർഗനിർദ്ദേശക തത്വമെടുത്ത് പരിശോധിച്ചാലും എല്ലാവർക്കും വിദ്യാഭ്യാസം, മരുന്നിന് മാത്രമേ മദ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം, തൊഴിലിന്റെ തുല്യ വേതനം തുടങ്ങി ഒട്ടനവധി പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്.
ഈ മുസ്ലിങ്ങളുടെ ശരീഅത്ത് നടപ്പിൽ ഇല്ലാതെ ഏക സിവിൽ കോഡ് മാത്രം നടപ്പിലാക്കിയാൽ രാജ്യ പുരോഗതി എങ്ങനെ ഉണ്ടാകും എന്നത് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ടവർ വിശദീകരിച്ചു തരണം എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കണം. എന്തെല്ലാം മേഖലയിലാണ് പുരോഗതി, വികസനം, വളർച്ച എന്നതും ആ പുരോഗതി ഉണ്ടാകണമെങ്കിൽ കേവലം ഒരു സിവിൽ കോഡ് കൊണ്ട് മാത്രം സാധിക്കുമോ എന്ന പൊതു ചർച്ചയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. നാലാമത്തത് മുത്തലാഖ്. അതാണ് ഇവിടുത്തെ ചർച്ച. മുത്തലാഖ്, 3 തലാഖും ചൊല്ലുക. അത് കാടൻ ഏർപ്പാടാണ്. ആ ഏർപ്പാട് മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷത്തിന് എതിർപ്പുണ്ട്. ഇവിടുത്തെ മുജാഹിദുകൾ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇവിടുത്തെ ബിദ്അത്തുകാരൊക്കെ ഇടയ്ക്കിടെ മുത്തലാഖ് അത് മതകരല്ല, 3 തലാഖ് ഒന്നിച്ചു ചൊല്ലിയാലും ഒരു തലാഖ് ആവുന്നുള്ള അവരുടെ വാദം കേട്ട് മുത്തലാഖ് വിഷയം പറഞ്ഞ് ശരീഅത്തിനെ മാറ്റാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നാൽ അവരും കൂടി നമ്മെ സപ്പോർട്ട് ചെയ്യും എന്ന ഒരു ദുഷ്ടലാക്കായിരുന്നു അതിൽ സർക്കാർ സ്വീകരിച്ചു. എന്താണ് മുത്തലാഖ് വിവരിച്ചു കൊടുക്കാൻ കഴിയണം. തലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇസ്ലാമിൽ തലാഖല്ല മാത്രമല്ലല്ലോ ഉള്ളത്, വിവാഹമോചനം. മറ്റു എല്ലാ മതത്തിലും ഒറ്റ വിവാഹമോചനമേ ഉള്ളൂ. ഒരു രീതി, ഭാര്യക്ക് ഭർത്താവിന് വേണ്ടെന്ന് തോന്നിയാൽ, ഭർത്താവിന് ഭാര്യയെ വേണ്ടെന്ന് തോന്നിയാൽ കോടതിയിൽ പോവുക, ചർച്ച ചെയ്യുക, ഒറ്റയടിക്ക് അങ്ങ് വിമോചനിക്കുക. ഇപ്പൊ പിണറായി വിജയന്റെ മകന്റെ വിവാഹം ഏറ്റവും ആഘോഷമായി നടന്നു. അന്ന് UDF-ന്റെയും LDF-ന്റെയും ഒട്ടുമിക്ക നേതാക്കളും ജില്ലയിലുണ്ടായിരുന്നു. UDF ഭരിക്കുന്ന കാലത്തായതുകൊണ്ട് എല്ലാ മന്ത്രിമാരും ഇവിടെ ഉണ്ടായിരുന്നു. ആഘോഷമായി ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ വിവാഹം ഇന്ന് വിവാഹമോചനത്തിലേക്ക് എത്തി കോടതിയിൽ ചർച്ചയാണ്. ഉമ്മൻചാണ്ടിയുടെ മകളുടെ വിവാഹം ഇപ്പോൾ ഏറ്റവും ചർച്ചയായി കോടതിയിലെത്തിയിരിക്കുന്നു, വിവാഹമോചനം ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും വിവാഹമോചനം ചെയ്തു. നമ്മുടെ അസംബ്ലിയിലെ 2 പ്രധാന MLA-മാർ വിവാഹമോചിതരാണ്. ഒട്ടനവധി സിനിമാ നടിമാരൊക്കെ വിവാഹമോചിതരാണ്. സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ഒക്കെ വിവാഹമോചനത്തിലാണുള്ളത്. ഈ വിവാഹമോചനത്തെ വെച്ചുകൊണ്ട് മുത്തലാഖിനെ ചർച്ച ചെയ്യൂ. എല്ലാ മതത്തിലും ഒരു മോചനമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഒരു മോചനം മാത്രമല്ല ഉള്ളൂ, ഒരുപാട് മോചനമുണ്ട്. ആ മോചനത്തിൽ ഒട്ടുമിക്കതും സ്ത്രീകൾക്ക് അനുകൂല, പുരുഷന് ഒട്ടൊന്നേ വരുന്നുള്ളൂ, ബാക്കി മിക്കതും സ്ത്രീകളാണ്. ഉദാഹരണം കുൽഉ എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിനെ വേണ്ട എന്ന് ഭാര്യയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഖാദിയെ ബന്ധിപ്പിച്ച് ആ ഖാദിയോട് പറയാം, എന്റെ ഭർത്താവിന് എനിക്ക് വേണ്ട, ഇന്ന കാരണത്താൽ എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇത്ര നഷ്ടപരിഹാരം കൊടുക്കാം, അയാളെ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണം. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് പോയി വിഷയം പറഞ്ഞു, എനിക്ക് മോചിതനാക്കി തരണമെന്ന് പറയുമ്പോൾ ആ സഹാബിയെ വിളിച്ചിട്ട് എന്താ പ്രവാചകൻ പറഞ്ഞത്? നിന്റെ സ്വത്ത്, നീ മഹറായി കൊടുത്ത സ്വത്ത്, നീ അവൾക്ക് മഹറായി കൊടുത്ത സ്വത്ത്, പറമ്പ് നിനക്ക് തിരിച്ചു തരാം എന്നവൾ പറയുന്നു. അതുകൊണ്ട് ഞാൻ വിഷയം പഠിച്ചു, കൂടുതൽ സംസാരിക്കണ്ട, നീ ആ സ്ഥലം വാങ്ങി അത് ഉള്ള വിവാഹമോചനം ചെയ്യണം. അതോടെയാണ് ലോകത്താദ്യമായ കുൽഉ വരുന്നത്. ഈ കുൽഉ എന്ന് പറയുന്ന വിവാഹമോചനം സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു വിവാഹമോചനമുണ്ട് എന്ന് സമൂഹത്തിനോട് പറഞ്ഞു നോക്കൂ. രണ്ടാമത്തെ ഫസ്കാണ്. ഫസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതും സ്ത്രീക്കുള്ളതാണ്. അതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പുരുഷന് വരുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളും സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. അവളുടെ സംരക്ഷണം, അവളുടെ ചെലവ് കൊടുക്കൽ, അവൾക്ക് വസ്ത്രം, മാന്യമായ താമസ സ്ഥലം, ഇത് കൊടുക്കാൻ ഒരു ഭർത്താവിന് സാധിക്കില്ലെങ്കിൽ അവൾക്ക് ക്ഷമിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് മോചനം ചെയ്യാം. അവൾക്ക് ലൈംഗിക ശക്തിയില്ല എന്ന്, ഭർത്താവിന് ലൈംഗിക ശക്തിയില്ല എന്ന് ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ ക്ഷമിക്കാം, മോചനം ചെയ്യാം. പരസ്യമായ രോഗങ്ങൾ, കുറവ് വരുന്ന രോഗങ്ങൾ, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ട് ഭർത്താവിനെന്ന് ബോധ്യപ്പെട്ടാൽ ഭർത്താവിനെ ഒഴിവാക്കാൻ ക്ഷമിക്കാം. ഇതാണ് ഫസ്ക്. ഇതിനെന്താ വേണ്ടു? ഖാദിയെ പറഞ്ഞാൽ മതി, ഖാദിയോട് പറഞ്ഞാൽ മതി, എന്റെ മഹല്ലിലെ ഖാദിയോട് അവൾ പറഞ്ഞാൽ മതി, ഈ ഭർത്താവിന് ഇന്ന കാരണത്താൽ എനിക്ക് പറ്റില്ല. അയാൾ പരിശോധന നടത്തും, അന്വേഷണം നടത്തും, ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫസ്ക് ചെയ്യാം. ഈ ഫസ്ക് അതിക്രൂരമായിട്ടാണ് ഇന്ന് കോടതി കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഫസ്ക് ഉണ്ട്, പക്ഷെ ഈ ഫസ്കിനെ അതിക്രൂരമായി അന്ന് ശംസുദ്ദീൻ ആണ് ഈ നിയമം കൊണ്ടുവന്നത് കോടതിയിൽ.
വളരെ മനോഹരമായി സ്ത്രീകൾക്ക് ഫസ്ക് ചെയ്യുവാനുള്ള എല്ലാവിധ അധികാരവും ശരീഅത്ത് കൊടുത്തപ്പോൾ അതിനെ കടിഞ്ഞാടാൻ വേണ്ടി സ്ത്രീകളെ കണ്ണീര് കുടിപ്പിക്കുന്ന വിധത്തിലാണ് ജസ്റ്റിസ് ശംസുദ്ദീൻ അന്ന് നിയമം കൊണ്ടുവന്നത്. വക്കീൽ പണി ജഡ്ജി ജോലി ഒഴിവായതിനു ശേഷം ശംസുദ്ദീൻ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഫസ്കിനെ ഞാൻ നിയന്ത്രിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഫസ്ക് എന്നത് സ്ത്രീകൾക്കുള്ള അവകാശമാണ് എന്ന്. ഇതാണ് ഇട്ട ജഡ്ജിമാർ, നിയമമറിയാത്ത ജഡ്ജിമാർ. ഇതാണ് ശരീഅത്തിനെ പോയി പറയുന്നത്. എന്താ ഫസ്ക്? സ്ത്രീകൾക്ക് പൂർണ്ണ അധികാരമല്ലേ, പൂർണ്ണ അവകാശമല്ലേ? ആ അവകാശം കൊടുക്കുന്ന ഫസ്ക് ചൊല്ലിയാൽ ഏത് പുരുഷനും കോടതിയിലേക്ക് പോകുന്ന രീതിയിലാണ് പുതിയ നിയമം വന്നത്. അതുകൊണ്ടാണ് ഫസ്ക് ചൊല്ലി ഒരാൾ വിവാഹമോചനം ചെയ്യാത്തത്. ഇതും തലാഖിലേക്ക് എത്തിയ ഇത് രണ്ട്. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് പുരുഷന് സ്ത്രീയിൽ നിന്ന് വിവാഹമോചനം ചെയ്യാം. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഒരേ ഒരു മാർഗം ത്വലാഖാണ്. എന്താ ത്വലാഖ്? ഒരാൾ ത്വലാഖ് ചൊല്ലണമെങ്കിൽ എത്ര കടമ കിടക്കണം? ഇസ്ലാമിക ശരീഅത്തിൽ 5 കടമ കടന്നാൽ മാത്രമേ മാന്യമായ രീതിയിൽ ഒരാൾക്ക് തലാഖ് ചൊല്ലാൻ പറ്റൂ. എന്താ ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞത്? അതിന്റെ ആയത്തും ഹദീസും ഞാൻ ഓതണ്ടല്ലോ, നിങ്ങൾ പഠിച്ചാൽ മതിയല്ലോ. ഒന്നാമതായി പറഞ്ഞത് അവളെ ഉപദേശിക്കണം എന്നാണ്. ഭർത്താവിനോട് തെറ്റായ രീതിയിൽ പെരുമാറുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയെ ഉപദേശിക്കണം. അറിയില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വ്യഭിചാരിയാണ് ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പോയി പ്രവാചകന്റെ അടുത്ത്, എന്റെ ഭാര്യ വ്യഭിചാരിയാണ്, അവളെ തലാഖ് ചൊല്ലാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂൽ എന്താ പറഞ്ഞറിയോ? നീ ക്ഷമിക്കണം എന്നാ പറഞ്ഞു. നീ ക്ഷമിക്കണം, എന്നിട്ട് ഓളോട് നീ ഉപദേശിക്കണം. ഇതാ ഇസ്ലാം. ത്വലാഖ് എന്ന് പറഞ്ഞാൽ പുരുഷനങ്ങൾ പെട്ടെന്ന് ചൊല്ലാൻ കഴിയുന്ന വിഷയമല്ല. ഉപദേശിക്കണം. ആ ഉപദേശം കാര്യമാകുന്നില്ല, നിരന്തരമായ ഉപദേശത്തിൽ മാറ്റം വരുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞത് എന്താണ്? അവളുമായി കിടപ്പറയിൽ പിണങ്ങണം. നീ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷേ ഒന്നിച്ച് കിടക്കുമ്പോൾ ബെഡിന്റെ അടുത്ത് ഒന്നിച്ച് കിടക്കണം. ഒന്നിക്കിൽ 2 തലക്ക് കിടക്കുക, അല്ലെങ്കിൽ 2 സ്ഥലത്ത് കിടക്കുക. സ്വാഭാവികമായും രാത്രിയാകുമ്പോൾ അവരുടെ മനസ്സിൽ മനസാന്തരം വരും. കുറെ അങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഒരലിവ് വരും നിന്നോട്. അങ്ങനെ നീ രണ്ടാമത് ചെയ്യണം. എന്നിട്ടും അവളെ മനസ്സിൽ യാതൊരു മാറ്റവുമില്ല എന്ന് കണ്ടാൽ തെറ്റിനുള്ള ശിക്ഷ എന്ന ബോധത്തോടുകൂടി അവളെ പ്രഹരിക്കണം. അവൾക്ക് തോന്നണം, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണിത്. നിന്റെ അമിതമായ ലാളനയോ നിന്റെ അമിതമായ വിശ്വാസമോ നിന്റെ അമിതമായ ഇടപെടലോ ആയിരിക്കാം നിനക്ക് അതൃപ്തികരമായി അവൾ പെരുമാറുന്നത്. അതുകൊണ്ട് നീ ആരാണ്, നീ ഭർത്താവാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവളെ നീ പെരുമാറണം. അതിന് നീ പൊട്ടും പൊടിയുമില്ലാത്ത, യാതൊരു അപകടവും ചെയ്യാത്ത വിധത്തിൽ അവളെ ശിക്ഷണം നൽകണം. എന്നിട്ടും നടക്കുന്നില്ല എങ്കിൽ ഇസ്ലാം എന്താ പറഞ്ഞത്? നിങ്ങൾ 2 കുടുംബത്തിൽ നിന്ന് 2 ആളുകളെ എടുത്ത് അവർ തമ്മിൽ ചർച്ച നടത്തണം. നിന്റെ വീട്ടിൽ തന്നെ താമസിക്കുക, ചർച്ച നടത്തണം. എന്നിട്ട് അവര് പറയട്ടെ, എന്നിട്ട് അവളെ ഉപദേശിക്കട്ടെ, അവനക്ക് എന്തെന്ന് മാറ്റട്ടെ, അവരും പറയട്ടെ. പരസ്പരം 2 ഹാക്കിമീങ്ങൾ വന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാം. 4 കഴിഞ്ഞ് 5ാമതാണ് പറയുന്നത്, 2 പേരെയും 2 സ്ഥലത്ത് താമസിപ്പിച്ച് ഖാദിയോ ബന്ധപ്പെട്ടവരോ ഇടപെട്ട് ഉപദേശത്തിലൂടെയും ഹിക്മത്തിലൂടെയും അവളെ മാറ്റണം. ഒരുപക്ഷെ നിന്റെ വീട്ടിന്റെ സാഹചര്യം, നിന്റെ വീട്ടിന്റെ അകത്തളത്തുള്ള സാഹചര്യം, ആ സാഹചര്യമാകാം മോചനം അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അവരെ പറിച്ചു നട്ട് വേറെ സുഖകരമായ ഒരു വീട്ടിൽ കാളിയുടെ നിയന്ത്രണത്തിൽ തടവറയിൽ വെക്കുക എന്ന് പറയാം. തടവറ എന്ന് ഉദ്ദേശിച്ചത് തടവറയല്ല, മറിച്ച് കാളിയുടെ പൂർണ്ണമായി ശിക്ഷണം കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവൾ സ്വതന്ത്രമായി ലഭ്യമാവുക എന്നതാണ് ഇസ്ലാമിക ശരീഅത്ത് അവിടെ ഉദ്ദേശിച്ചത്. എന്നിട്ട് 5 ഈ 5 കടമ്പ കടന്നാൽ ഇസ്ലാം അവളോട് പറയുന്ന വിഷയം എന്താ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇത്രയും കടമ്പകൾ കടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പടച്ചോൻ പറയാണ്, ഒരു നിലക്കും ഇവർക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അവിടെ നീ ഒരു തലാഖ് ചൊല്ലണം. എവിടെയല്ല ഈ നിയമം? ഹിന്ദു ആക്ടിലുണ്ടോ, ക്രൈസ്തവ ആക്ടിലുണ്ടോ, ഏതെങ്കിലും ഒരു പീനൽ കോഡിലുണ്ടോ ഈ നിയമം? ഇന്ത്യക്ക് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ ആക്ടിൽ പോലും ഇതില്ലല്ലോ. ഏറ്റവും അവസാനം 1 ചൊല്ലണം. ആ 1 ചൊല്ലുമ്പോഴും നിന്റെ വീട്ടിൽ തന്നെ അവളെ താമസിപ്പിക്കണം. എത്ര വരെ? 3 ശുദ്ധി. അവൾക്ക് നീ ചെലവിന് കൊടുക്കണം, 1 പണം, ലൈംഗികമായി ബന്ധപ്പെടരുത്. 3 ശുദ്ധി വരെ കാത്തിരിക്കണം. ആ 3 ശുദ്ധിക്കിടയിൽ അവൾക്ക് മനസാന്തരം വന്നാൽ നീ അവളെ തിരിച്ചെടുക്കാം. പിന്നെയും വരുന്നില്ലാതെ കണ്ടാൽ വീണ്ടും ഒരു തലാഖ് ചൊല്ലണം. ആ തലാഖ് ചൊല്ലുമ്പോൾ
കാണുമ്പോഴും ഈ 3 ശുദ്ധി 3 മാസം കാത്തിരിക്കാം. അപ്പോഴും എന്താണ്, നിനക്ക് അവളെ തലാക്ക് ചൊല്ലാം. ഏറ്റവും അവസാനം 3ാമത്തെ തലാക്കിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഗൗരവമായ ഒരു അനുവദനീയതയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ ഹർഷ് കിടുങ്ങുന്നതാണ്. ഹലാലിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെടുന്ന സാധനമാണ് തലാക്ക് എന്ന ഗൗരവമായ ഒരു ആജ്ഞയ്ക്ക് ശേഷം നിനക്ക് 3ാമത് ചൊല്ലാം എന്ന് ഇസ്ലാം പറയുന്നു. ആ 3 കഴിഞ്ഞിട്ടും അവിടെ അവസാനിക്കുന്നില്ല. അത് പിന്നെയും ഇവൾക്കോ അല്ലെങ്കിൽ ഇവനിക്കോ തുടർന്ന് പോകണം. വീണ്ടും ഒരു വിവാഹം അവൾ കഴിച്ചു. ആ കഴിച്ചതിൽ നിന്നാണ് അവൾക്ക് ബോധ്യപ്പെട്ടത് എനിക്ക് ഏറ്റവും നല്ലത് എന്റെ ആദ്യ ഭർത്താവ് തന്നെയാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ആദ്യ ഭർത്താവിൽ നിന്ന് അവൾ വലിയ സുഖങ്ങളും സന്തോഷം അനുഭവിച്ചതായി 2ാമത്തെ ഒരു വിവാഹത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ എന്തോ കാരണത്താൽ 2ാം വിവാഹം മുടിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആദ്യത്തെ വിവാഹം ചെയ്യാം. ഇസ്ലാം ആ പെണ്ണിനോട് പറഞ്ഞത് നിന്റെ ആദ്യ ഭർത്താവിനെ കെട്ടാമെന്നാണ്. എന്നിട്ട് ഈ ഭർത്താവിനോട് പറഞ്ഞത് നിന്റെ 1ാമത്തെ ഭാര്യയെ നിനക്ക് വിവാഹം ചെയ്യാമെന്നാണ്. ഇത്ര വിശാലമായ വിമോചന നിലപാട് സ്വീകരിച്ച ഒരു മതം ലോകത്തേതാണുള്ളത്? ഒരു നിയമം ലോകത്തേതാണുള്ളത്? അങ്ങനെ 3 ത്വലാക്ക് ചൊല്ലുന്നിടത്ത് എത്തുമ്പോൾ ഇവിടെ എന്താ മുത്തലാക്ക് വിഷയം വന്നത്? ഞാൻ പറയാം. ഞാൻ ഇവിടെ 4-5 കേസുകൾക്ക് ഈ കോടതിയിൽ സന്നിധനായിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്. ഇടക്കാലത്ത് 6 മാസത്തിന്റെ ഇപ്പുറം 4-5 കേസുകൾ ഇടപെട്ടു. എന്താ വിഷയം? ഭാര്യ ഭർത്താവിനെ മൊഴി ചെല്ലാൻ വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെടുക. ഓള് പറയുന്നത് എന്താ, ഇയാൾക്ക് ചെലവിന് തരാൻ കഴിയുന്നില്ല, ഇയാൾക്ക് വ്യക്തമായൊരു പണിയില്ല, ഇയാൾ മദ്യപാനിയാണ്, ഇയാൾ അങ്ങനെയാണ്, ഇയാൾ എന്നെ അടിക്കുന്നു, മറ്റൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് ഇവർ രണ്ടാരും വിളിക്കുക, 2 വക്കീലന്മാർ. സ്വാഭാവികമായും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ വിളിക്കും. നമ്മൾ പോകുമ്പോൾ ഇവർ ഇങ്ങനെ പറയും, ഭർത്താവിന്റെ വാർത്ത പേര് എനിക്ക് ഓളല്ലാതെ വേറെ വേണ്ടാന്ന് കാളിക്കരഞ്ഞു പറയും. എന്റെ കാർഡോരുടെ മകൾ ഇരിക്കൂർ കല്യാണം കഴിച്ചു. അവളുടെ വാക്കുകെട്ട് ഞാൻ കരഞ്ഞുപോയി. അയാൾ പറയുന്നത് എനിക്ക് എന്റെ ഭാര്യയായിട്ട് ഇവള് മാത്രമേ വേണ്ടൂ, എനിക്ക് വേറൊരാൾ വേണ്ട, പക്ഷെ ഇവളെ വേണ്ട എന്ന് 1000 തവണ ആവർത്തിച്ചു പറഞ്ഞു. അവസാനം 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് എഴുതുക തലാക്ക്. ആ എഴുതുന്ന തലാക്കിൽ പോലും ഇവൻ പറഞ്ഞത് ഞാൻ 1 തലാക്ക് ചൊല്ലിന്ന് എഴുതാവൂ, 1 തലാക്ക് ചൊല്ലിന്ന് എഴുതാവൂ. അങ്ങനെ എഴുതുമ്പോഴാണ് ഇവള് പറയുന്നത് പറ്റൂല, ഇവളെ വക്കീല് പറഞ്ഞത് അത് പറ്റൂല, 1 നേടിയ തലാക്കാവൂല. നമ്മൾ ഇസ്ലാമിക ശരീഅത്ത് പറയാണ് 1 എഴുതും. അപ്പൊ ഇവര് പറയുന്നത് മറ്റുള്ളവർ 1 എന്ന് പറഞ്ഞ തലാക്കാവൂല, എന്നാ പിന്നെ 2 എഴുതാം. അതും പറ്റൂല, 3 എഴുതണം. 1ഉം 2ഉം 3ഉം ചൊല്ലി എന്ന് നിങ്ങൾ എഴുതും. ആരോടാ പറയുന്നത്? കോടതിയുടെ ഉത്തരവാദപ്പെട്ട ആള് ഇവിടുത്തെ ഭർത്താക്കന്മാരെ വിളിച്ചു പറയാ, എന്നിട്ട് നമ്മോട് പറയാ 3 തലാക്ക് ചൊല്ലിയിട്ട് പെണ്ണിനെ ഇങ്ങനെ അനാഥമാക്കുന്നു. ആരാ അനാഥാക്കുന്നത്? ഇന്ത്യയുടെ കോടതി കൊണ്ടുവന്ന ഇത്തരം ബുദ്ധിപരമല്ലാത്ത നിയമമാണ് ഈ വിഷയം വന്നത്. ഫസ്ക് സ്വതന്ത്രമായി കൊടുക്കാതെ അതിന് കടമ്പ കെട്ടി. അങ്ങനെ 3 തലാക്കും ചൊല്ലി എന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് വിവാഹമോചനം കോടതി അംഗീകരിച്ചത്. ഇവിടെ എന്താ തെറ്റാ ഇസ്ലാമിക സമൂഹത്തിനുള്ളത്? ഇനി അഥവാ ഇത്ര വലിയൊരു കരാറാണ് വിവാഹം, ഇത്ര വലിയൊരു വിഷയമാണ് വിവാഹം, ആ സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ ഞാൻ നിന്നെ 1ഉം 2ഉം 3ഉം തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് തലാക്കാകും എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. അതെന്താണ്? അത് കറാഹത്തല്ലേ? ഇസ്ലാമിൽ പാടില്ലാത്തൊരു വിഷയമല്ലേ? അത് വെറുക്കപ്പെടുന്നതല്ലേ? എന്നാൽ പോലും അത് ശരിയാകുമെന്നുണ്ട്. കാരണം ഇത് ചില്ലറക്കാത്ത പ്രശ്നമല്ലല്ലോ, അതീവ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം. പെട്ടെന്ന് പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം ആരും പറയില്ല. അതുകൊണ്ടാണ് എമർജൻസി വാതിലുകൾ ഉള്ളപ്പോൾ ആരും പുറത്തേക്ക് തുള്ളാത്തത്. നമ്മൾ ഫ്ലൈറ്റിലെ എമർജൻസി വാതിൽ ആരെങ്കിലും താഴേക്ക് തുള്ളുന്നു? നമ്മൾ ട്രെയിനിന്റെ എമർജൻസി വാതിൽ ആരെങ്കിലും തുള്ളുന്നു? എല്ലാവർക്കും അറിയാം, തുള്ളിയാ താഴെ എത്തും. ഇത് അപകടമുള്ളപ്പോൾ മാത്രം കൈകാര്യം ചെയ്യണമെന്ന് എല്ലാവർക്കും പറയാം. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ 3 ത്വലാക്ക് ഒന്നിച്ചു ചൊല്ലിയാൽ പോലും തലാക്കാകും എന്ന് വാരപ്പുറത്ത് വെട്ടി 1000 തവണ പറഞ്ഞിട്ട് ഒരൊറ്റ മുസ്ലിമും തലാക്ക് ചൊല്ലാത്തത്. അതിന്റെ കാരണത ഇത് വെറുതെ നമ്മളെ കണ്ട് വെറുതെ പറയുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ കൊച്ചാക്കാൻ, നമ്മളെ കുറവാക്കാൻ വേണ്ടി പറയുമ്പോൾ ഇതിന്റെ ശരിയായ നിലപാട്, ശരിയായ രൂപം നമ്മൾ വരച്ചു കൊടുക്കണം. ഇവിടെ ചേംബർ ഹാൾ, ഇതെനിക്ക് അനുവദിക്കപ്പെടാത്തൊരു സ്ഥലം. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ നിസ്കരിക്കൽ ഇസ്ലാമിക ദൃഷ്ട്യ ഹറാമല്ലേ? എന്നാൽ ഞാൻ നിസ്കാരം ശരിയാകും. ഞാൻ നിസ്കാരം ശരിയാവും. പക്ഷേ നിസ്കരിക്കുക എന്ന കർമ്മം ഹറാമാണ്. അതേപോലെ 3 ത്വലാക്ക് ചൊല്ലുക എന്ന കർമ്മം കറാഹത്താണ്.
പക്ഷെ ചൊല്ലിയാൽ ശരിയാവും. ഇത് നേരിയ ഒരു വിഷയം മാത്രമാണ്. ആ നേരിയ ഒരു വിഷയത്തെ എല്ലാവരും ഇന്ത്യയിലെ ഇത്ര വർഷത്തെ പാരമ്പര്യത്തിന്റെ ഇടയിൽ 70-80 വർഷമായല്ലോ ഇന്ത്യയിൽ ഗവൺമെന്റ് വന്നിട്ട്. ആ ഗവൺമെന്റ് വന്നിട്ട് ഈ അപ്ലിക്കേഷൻ ആക്ട് വന്നു. അത് ഗവൺമെന്റ് സ്വീകരിച്ചു. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് വന്നത്. ഈ ആക്ട് വന്നിട്ട് ഇന്നേ വരെ ഒരു കോടതിയിൽ മുസ്ലിങ്ങളുടെ ഈ ശരീഅത്ത് ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വക്കീൽ, ഏതെങ്കിലും ഒരു മതവിഭാഗം ഒരു കേസ് കൊടുത്തോ? എന്താ കൊടുക്കാതിരുന്നേ? അങ്ങനെ കൊടുക്കണ്ടേ? കാരണം ഇത് അപ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്ലാമിന്റെ നിയമം പ്രായോഗികമാണ് എന്നും എല്ലാവർക്കും അറിയാം. ഇത് അങ്ങനെ ജനങ്ങളെ സമൂഹത്തിൽ എത്തിച്ചാൽ അവർ അത് സ്വീകരിച്ചു കളയുമോ എന്ന ഭയമാണ് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ കണ്ടമാനം പെണ്ണിനെ വിവാഹമോചനം ചെയ്യലാണ് എന്ന ചർച്ച. 1984 ഏറ്റവും വലിയ ചർച്ച വന്നു. മുഹമ്മദ് അഹമ്മദ് ഖാൻ ഷാബാനു ബീഗം. ആരാ ഷാബാനു ബീഗം? 87 വയസ്സിന്റെ സ്ത്രീക്കെന്ന്. എന്നിട്ട് എന്താ പറഞ്ഞ്? ഷാബാനു ബീഗത്തെ പോലുള്ള ഒരു പെൺകുടിയെ തെരുവിലേക്ക് അനാഥമാക്കിയിട്ടാണ് മുഹമ്മദ് അഹമ്മദ് ഖാൻ തലാഖ് ചൊല്ലിയത്. 87 വയസ്സുള്ള ഈ പെണ്ണുങ്ങൾക്ക് എന്ത് അനാഥത്വ? ആരെ ഓളെ ഉപയോഗിക്കുക 87 വയസ്സിൽ? അവിടുത്തെ വിഷയം അതൊന്നല്ല, വേറെ വിഷയങ്ങളാ വന്നത്. പക്ഷേ ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും പ്രസംഗിച്ചു. അവസാനം എനിക്ക് ശരീഅത്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാണത്തിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. കാരണം എന്താ? ശരീഅത്ത് കേട്ടപ്പോൾ മറ്റു മതക്കാരെല്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ആക്ട് എല്ലാവർക്കും ശരീഅത്ത് മതിയും. അങ്ങനെ എത്തിയത് നമ്മുടെ ശ്രീകണ്ഠപുരത്ത് അവിടെ ഹമീദ് ചേന്നമംഗലൂരാ വന്നത്. പരസ്യമായ വിവാദത്തിന് ഹമീദ് ചേന്നമംഗലൂർ അന്ന് പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ശരീഅത്തെങ്കിൽ നമുക്ക് ശരീഅത്ത് മതിയെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടുത്തെ ചർച്ച ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ CPM-ന്റെ ഒരു വക്കീലുണ്ട്. കേരളയെ പോലുള്ള ബുദ്ധിപരമായ ആളുകൾ മഹല്ല് പ്രസിഡന്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും, എന്നാൽ മറ്റുള്ള സ്ഥലത്ത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാണ് അയാൾ ചെയ്യും. എന്നെ ഒന്ന് പൊന്തിച്ചിട്ട് സത്യത്തിൽ ഞാനായാലും ആരായാലും ശരീഅത്ത് എല്ലായിടത്തും ഒന്നാണ്, അതായത് മനസ്സിലായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആളുകളെല്ലാം പറയണ്ട ഇന്ത്യയുടെ പൊതു സിവിൽ കോഡും ഇന്ത്യയുടെ ശരീഅത്ത് ഇന്ത്യയുടെ വ്യക്തിനിയമൊക്കെ ശരീഅത്തിനനുസരിച്ച് മാറണം എന്ന് വരും. കണ്ടില്ല ഇന്നത്തെ പത്രം എന്താ പറഞ്ഞത്? പലിശരഹിത ബാങ്ക് സംവിധാനം കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. സുപ്രഭാതത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതാണ്, പലിശരഹിത ബാങ്ക്. എന്താ ഇസ്ലാമിക ബാങ്ക് എന്ന് പറയാൻ പറ്റൂല. ലോകത്ത് പലിശരഹിത ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് ആർക്കേ ഉള്ളൂ? മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ മാത്രമേ പലിശരഹിത ബാങ്കുള്ളൂ. വേറെ ഏത് ശരീഅത്തിലാണുള്ളത്? അത് അങ്ങനെ പച്ചയായി പറഞ്ഞാൽ ആരെങ്കിലും എതിർത്തു പോകുമോ എന്ന് വിചാരിച്ചിട്ട് റിസർവ് ബാങ്ക് എന്താ പറഞ്ഞത്? പലിശരഹിത ബാങ്കിനെ പ്രോത്സാഹിപ്പിക്കണം. ആരാ പറയുന്നത്? ഇന്ത്യയിലെ റിസർവ് ബാങ്കാ പറഞ്ഞത്. ഈ നോട്ടുകെട്ടിന്റെ അടക്ക് ജനങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടുന്ന സമയത്താണ് പറയുന്നത് പലിശരഹിത ബാങ്കുകൾ തുടങ്ങാൻ റിസർവ് ബാങ്കിന്റെ അനുമതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുക. നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് നമ്മുടെ നിയമസഭയിൽ പറഞ്ഞത്? 1000 കോടി രൂപയാണ് മാറ്റിവെച്ചത് ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചുള്ള ഇസ്ലാമിക ബാങ്ക് കൊണ്ടുവരാൻ. ഈ രീതിയിൽ എല്ലാ നിയമങ്ങളും ശരീഅത്ത് അറിയലോടുകൂടി എല്ലാ നിയമങ്ങളും മാറ്റിക്കളയുമോ എന്ന ഭയപ്പാടിൽ നിന്നാണ് മതത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, എല്ലാ മുസ്ലിം രാജ്യങ്ങളിൽ മാറ്റി. ഇതാ മറ്റൊരു വാദം. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ മാറ്റിക്കൂടാ? ഫലസ്തീനിൽ മാറ്റിയിട്ടില്ലേ? തുർക്കിയിൽ മാറ്റിയിട്ടില്ലേ? കുവൈത്തിൽ മാറ്റിയിട്ടില്ലേ? ഖത്തറിൽ മാറ്റിയിട്ടില്ലേ? ദുബായിൽ മാറ്റിയിട്ടില്ലേ? സൗദിയിൽ മാറ്റിയിട്ടില്ലേ? അവിടെയൊക്കെ ശരീഅത്താ ഉള്ളത്. അതുകൊണ്ട് ഇവിടെയും മാറ്റണം. ആര് പറഞ്ഞു മാറ്റി? ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ലോകത്തെവിടെയും വന്നിട്ടുണ്ടോ? എവിടെയും വന്നിട്ടില്ല. പക്ഷേ ചില മുസ്ലിം രാജ്യങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. തുർക്കിയിൽ ബാങ്ക് നിരോധിച്ചിട്ടുണ്ട്. തുർക്കിയിൽ അറബി ഭാഷ നിരോധിച്ചിട്ടുണ്ട്. തുർക്കിയിൽ മുസ്ലിം പേരുകൾ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ചിലയാൾക്ക് തോന്നിപ്പോകാം, ഞാൻ ഒരു വിവാദ സമയത്ത് പറയല്ല, ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 70 മെമ്പർമാരുള്ളതിൽ 16 മെമ്പർമാർ മുസ്ലിങ്ങളാ. അതിൽ 2 മെമ്പർമാർ മാത്രമേ മുസ്ലിം ലീഗിന്റെ ഉള്ളൂ, ബാക്കിയെല്ലാം കോൺഗ്രസുകാരായിരുന്നു. അതിൽപ്പെട്ട 2-3 എംപിമാർ എന്താ പറഞ്ഞറിയോ? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയമം പാടില്ല, പ്രത്യേകമാണെന്ന് തോന്നുന്ന വിധത്തിൽ പേരിടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ അപ്ലിക്കേഷൻ ആക്ടിന്റെ ചരിത്രം പഠിക്കണം. കോൺഗ്രസിന്റെ അന്ന് 2 MLA, അത് കോൺഗ്രസിന്റെ നിലപാടാണെന്ന് ഞാൻ പറയുന്നില്ല, 2 മുസ്ലിം എംപിമാർ ആവശ്യപ്പെട്ടത് മുസ്ലിങ്ങളുടെ പേര് പോലും മാറ്റണം. എന്നിട്ട് ഇന്ത്യ
ഇന്ത്യയിലുള്ള പൊതുജനങ്ങൾ ഇടുന്ന മറ്റു പേരിടുക, രാഘവൻ, പൊക്കൻ, കാർത്തിയാനി എന്നൊക്കെ ഇടണോ? അയാൾ ആവശ്യപ്പെട്ടതാ. അന്ന് മുസ്ലിം ഇസ്മായിൽ സാഹിബാണ് ശരീഅത്ത് ആപ്ലിക്കേഷന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയിട്ട് ഇത് നിയമമായി കൊണ്ട്. അന്ന് അംബേദ്കർ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശക തത്വം കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രത്യേക വ്യക്തി നിയമമുള്ളവർക്ക് ഇത് ബാധകമല്ല എന്ന് എഴുതി ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ അനുവദിച്ചില്ല. അനുവദിക്കാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞത് അത് സ്വീകാര്യമല്ല എന്നല്ല, ഇന്ത്യയിലെ ഭരണഘടനയിലെ 13ാമത്തെ വകുപ്പ് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, പിന്നെ എന്തിന് ഇവിടെ എഴുതി ചേർക്കണമെന്നാണ് ചോദിച്ചത്. എന്താ 13ാം വകുപ്പ്? ഏതെങ്കിലും ഒരു ഭാഷയോ ഒരു സംസ്കാരമോ ഒരു ലിപിയുടെയോ അടിസ്ഥാനത്തിൽ ഒരു സമൂഹമുണ്ടെങ്കിൽ അവരുടെ വ്യക്തിത്വം നിലനിർത്തണം എന്ന് 13ാം വകുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ട്, അത് സംരക്ഷിക്കപ്പെടും ഈ 13ാം വകുപ്പ് പ്രകാരം. അതുകൊണ്ട് തന്നെ ഇവിടെ അത് എഴുതി ചേർക്കേണ്ടതില്ല എന്നാ പറഞ്ഞു. ഇങ്ങനെ എഴുതി ചേർക്കേണ്ടി വന്നത് എന്തുകൊണ്ടറിയോ? മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്ന ഒരു വ്യക്തി നിയമമുള്ള കാലത്ത് ഹിന്ദു വ്യക്തി നിയമമില്ല, ഹൈന്ദവ വ്യക്തി നിയമമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്ന സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് അന്ന് ഹിന്ദുക്കൾക്ക് വ്യക്തി നിയമം ഇല്ലാത്ത കാലത്താണ്. പിന്നീട് ഹിന്ദു വ്യക്തി നിയമം വന്നതോടുകൂടി ഈ മാർഗനിർദ്ദേശ തത്വം തന്നെ അതോടുകൂടി ബാത്തിലായി. പിന്നെ അത് ഇടയ്ക്കിടെ പറയേണ്ട ഒരു വിഷയമല്ല. കാരണം എന്താ, ഇന്ത്യയിലെ 17% മുസ്ലിങ്ങൾക്കാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉള്ളത്. എന്നാൽ ഇവിടുത്തെ 69% വരുന്ന ഹൈന്ദവർക്ക് പ്രത്യേക വ്യക്തി നിയമം അന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹിന്ദു വ്യക്തി നിയമം കൊണ്ടുവരലോടുകൂടി അവരുടെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. പിന്നെ കോമൺ സിവിൽ കോഡിന്റെ ആവശ്യമില്ല, അംബേദ്കർ ഉദ്ദേശിച്ച കോമൺ സിവിൽ കോഡിന്റെ ആവശ്യമില്ല, അവിടെ ബാത്തിലായി. അത് മറ്റൊരു വിഷയ, മറ്റൊരു ചിന്തയാ, പോകട്ടെ. ഇനി അങ്ങനെ തന്നെ പറഞ്ഞു മുസ്ലിം രാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഹിംസിക്കുവാനോ ഞങ്ങളെ തരം താഴ്ത്താനോ സാധ്യമല്ല. മുസ്ലിം പല രാജ്യങ്ങളുണ്ടാകാം, ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്ത രാജ്യങ്ങൾ. തുർക്കി അതിലൊന്നാണ്, പിന്നീട് അത് മോചിക്കപ്പെട്ടിട്ട്